ഹായ് ഓൾ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ജഹാനയാണ്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് 61st ബാച്ച്, അതായത് 2017 ബാച്ചിലെ സ്റ്റുഡൻ്റ് അല്ലേ. ആൻഡ് കഴിഞ്ഞ INSET നല്ലൊരു റാങ്ക് വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ടോക്ക് നമ്മളുടെ ഇൻ്റർവ്യൂ കൈൻഡിലല്ല കൊണ്ടുപോകുന്നത്. ജഹാൻ്റെ അടുത്തുള്ള എക്സ്പീരിയൻസ് ഫ്യൂച്ചറിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആവുന്ന രൂപത്തിലേക്കാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആൻഡ് INSET കഴിഞ്ഞു, ഇനി നീറ്റ് കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്ലാൻ ആക്കിയിരുന്നത്. ബട്ട് സംഭവം നീറ്റ് മാറ്റി വെച്ചു. പഠനം നിർത്തിയോ? നീറ്റ് മാറ്റിയതോടുകൂടെ കുറച്ചൊന്ന് ഡൗൺ ആയിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ നമ്മൾ ഈ ഇൻ്റർവ്യൂ ഇപ്പം തന്നെ എടുക്കാമെന്ന് വെച്ചത്. മേ ബി രണ്ടാമത് ചിലപ്പോൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തൂടെ ഇല്ല അല്ലേ? ഒന്ന് സെൽഫായി ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. എൻ്റെ പേര് ജഹാന ഷെറിൻ. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 2017 ബാച്ചിൽ നിന്ന് ഇപ്പം പാസ് ഔട്ടായിട്ട് 2 years ആയി. ഒരു 1 year ബ്രേക്ക് എടുത്തിട്ടാണ് പഠിക്കാനിരുന്നത്. ഇപ്പം കഴിഞ്ഞ ഇനിസെറ്റിൽ ഈ പറഞ്ഞ റാങ്ക് 57 ഉണ്ടായിരുന്നു. ഓക്കെ, 57 റാങ്ക് കണ്ടപ്പോൾ എന്ത് തോന്നി? ഞാൻ ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ഒരു ഹോൾ പ്ലാൻ വെൻ ഐ സ്റ്റാർട്ടഡ് ദിസ് വാസ് കോഴിക്കോട് തന്നെ മെഡിസിന് സീറ്റ് മേടിക്കണം. സോ അതിന് ഒരു 1000 ബിലോ റാങ്ക് വേണം എന്നുള്ളത്. മെഡിസിന് 1000 ബിലോ, ഒരു 500 ബിലോ വേണ്ടേ? വേണം. സോ എക്സ്പെക്ടേഷൻസ് അത്ര ലോ അല്ലായിരുന്നു. കാലിക്കറ്റ് മെഡിസിൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പഠിക്കാന്ന് പറയുമ്പോൾ 57 റാങ്ക് എന്നൊരു അൺഎക്സ്പെക്ടഡ് തിങ് അത് എനിക്ക് തോന്നുന്നില്ല. കൈൻഡ് ഓഫ് എളിമോട് പറഞ്ഞതാ തോന്നുന്നു അല്ലേ? അല്ല, ഞാൻ ഇനിസെറ്റ് ടാർഗറ്റ് ഒട്ടും ചെയ്തിട്ടില്ല. അപ്പം ഇനിസെറ്റിൽ എനിക്ക് വേണ്ടിയിരുന്നത് ഒരു 1000 ബിലോ റാങ്ക്. അപ്പം എനിക്കൊരു കോൺഫിഡൻസ് കിട്ടും, നീറ്റിന് സിമിലർ റാങ്ക് കിട്ടുന്നു, കോഴിക്കോട് അഡ്മിഷൻ എടുക്കുന്നു. ഇതായിരുന്നു ഒരു സിമ്പിൾ പ്ലാൻ ആയിരുന്നു. നവനീത നിങ്ങളെ ബാച്ച്മേറ്റ് അല്ലേ? നവനീത ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമുണ്ട്, INSET റിസൾട്ട് നോക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഡിമോട്ടിവേറ്റ് ആവരുത് എന്ന് പറഞ്ഞിട്ടാണ് നോക്കിയിരുന്നത്. ഈ 4 കണ്ടപ്പോൾ ഞെട്ടി. അതേപോലെ നോക്കുന്ന സമയത്ത് എന്ത് മൈൻഡ് കണ്ടിട്ടായിരുന്നു നോക്കിയിരുന്നത്? ഞാൻ ആക്ച്വലി റീകോൾസ് ഒക്കെ കണ്ടപ്പോൾ ഐ ഫെൽറ്റ് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയി ചെയ്യായിരുന്നു. കുറേ സില്ലി മിസ്റ്റേക്സ് ഒക്കെ ചെയ്തിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിരുന്നില്ല 1000 പോലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ ഈ റാങ്ക് കണ്ടിട്ട് ഞാൻ ഭയങ്കര ഷോക്കിലായിരുന്നു ആക്ച്വലി. ഞാൻ റീഡിംഗ് റൂമിലായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് അവളെ കൊണ്ട് ക്രോസ് ചെക്ക് ചെയ്യിപ്പിച്ച് അവൾ പറഞ്ഞിട്ടാണ് എനിക്ക് ഉറപ്പായത്. ഓക്കെ, എന്നിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇറ്റ് ടുക്ക് സോ മച്ച് ടൈം. അത് ഓക്കെ, ഇതാണ് റിയാലിറ്റി എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി. സംഭവം ഒരു റാങ്കിലേക്ക് എത്തുന്നത്, ഞാൻ കണ്ടൊരു കാര്യം, ഒരു റാങ്കിലേക്ക് ഒരാൾ എത്തുന്ന സമയത്ത് ഇപ്പോൾ ഇതേപോലെ അൺഎക്സ്പെക്റ്റഡ് ആണ് കിട്ടിയെന്ന് പറയുന്ന സമയത്തും എന്തായാലും ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു ഹിസ്റ്ററി അവിടെ ഉണ്ടാവാറുണ്ട്. ഡെഫിനിറ്റ്ലി അവിടെ ഉണ്ടാവാറുണ്ട്. സംഭവം ആരെന്ത് എളിമയിൽ 4 കിട്ടി, ഇതിങ്ങനെയാണ് 57 ആണ് അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് പറയുമ്പോൾ എമംഗ് ദ സ്റ്റുഡൻസ് ഹു ഹാവ് ഡൺ വെരി ഹാർഡ് വർക്ക് അവർക്ക് തന്നെയാണ് റാങ്ക് കിട്ടാറ്. സോ എങ്ങനെയായിരുന്നു ഹാർഡ് വർക്കിൻ്റെ ഹിസ്റ്ററി? ഞാൻ അതിന് ആ ബ്രേക്ക് ചോദിക്കട്ടെ, എങ്ങനെയായിരുന്നു ബ്രേക്ക് എടുക്കേണ്ടി വന്നത്? ബ്രേക്ക് എടുത്തത് ആക്ച്വലി ഞാൻ ഇനിഷ്യലി ഹൗസ് ഏജൻസിയുടെ ഒക്കെ സമയത്ത് പ്ലാബ് പാത്വേയിലോട്ട് ഒന്ന് പോവാമെന്നൊരു ഇതിലായിരുന്നു. ഞാൻ OET ഒക്കെ എഴുതി, പ്ലാബ് 1 ഒക്കെ എഴുതി. അപ്പം പ്ലാബ് 1 വാസ് ഇൻ ഒരു 6 months ആഫ്റ്റർ ഹൗസ് ഏജൻസി ആണ്. അപ്പം അവിടെ ഒരു കരിയർ ബ്രേക്ക് വരത്തില്ല. അപ്പം ഞാൻ ജോലിക്കൊക്കെ ജോയിൻ ചെയ്തു. ഐ വാസ് വർക്കിംഗ്. പ്ലാബ് 1 ക്ലിയർ ചെയ്തു. ദെൻ ഐ ഡിസൈഡഡ് ഓക്കെ, കിട്ടിയവരൊന്നും പോകുന്നില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോൾ. പക്ഷേ പ്ലാബിനെ കുറിച്ച് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള വെബിനാറൊക്കെ ചെയ്ത് പ്ലാബിന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ള 2 വർഷം മുന്നേ അലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഒരു കേട്ടിട്ടുണ്ട്. യുക്ക് എത്ര താല്പര്യമായിരുന്നു? ഒരു ബെറ്റർ ലൈഫ്, വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ടൊക്കെ ആയിരുന്നു. പിന്നെ റിയാലിറ്റി അതല്ല എന്നുള്ളത് നമ്മൾ അതിലോട്ട് കുറച്ച് എത്തുമ്പോഴാണോ നമുക്ക് മനസ്സിലായത്. പിന്നെ എനിക്ക് നീറ്റ് പഠിച്ചാൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ ഒരു വർഷം ബ്രേക്ക് അല്ലായിരുന്നു, വെരി ഹാർഡ്ലി പ്രിപ്പയറിംഗ് ഫോർ പ്ലാബ് ആയിരുന്നു. പ്ലാബ് പക്ഷേ അങ്ങനെ ഹാർഡ്ലി പ്രിപ്പയർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 1 month എഫേർട്ട് മതി. സംഭവം നിങ്ങൾ ആ ഒരു അക്കാഡമിക് ടച്ച് വിട്ടു എന്ന് പറയാൻ പറ്റൂലല്ലോ അല്ലേ? ഐ വാസ് ആക്ച്വലി വർക്കിംഗ് ഇൻ മാരോ. ഓക്കെ, വെരി ഫൈൻ. അത് സർപ്രൈസിംഗ് ആണ്. എന്താ ചെയ്തിരുന്നത്? മാരോയില് മെഡിക്കൽ എഡിറ്റേഴ്സ് ആയിട്ട് നമ്മളെ MBBS ഗ്രാജുവേറ്റ്സിനെയാണ് അവർ ക്വസ്റ്റ്യൻ ക്യൂറേറ്റ് ചെയ്യലായിരുന്നു. ക്യൂ ബാങ്ക് ഞാൻ നോട്ട്സ് ടീമിലായിരുന്നു. എഡിഷൻ 8ന്റെ നോട്ടിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ പർപ്പസ്ഫുള്ളി ചൂസ് ചെയ്തത് അക്കാഡമിക് ടച്ച്. നിങ്ങൾ വർക്ക് ചെയ്ത് ഇല്ല, ഞാൻ മാരോ അല്ലല്ലോ പഠിച്ചത്, ഞാൻ ഭാട്ടിയുടെ നോട്ട്സ് ആണല്ലോ പഠിച്ചത്. ഓക്കെ, പക്ഷേ സംഭവം ഇപ്പം ഭാട്ടിയ മാരോ ഒന്നാണ്, സിംഗിൾ ടീമായി. അത് ഭയങ്കര നല്ലതായിരുന്നു. ബിക്കോസ് ഭാട്ടിയുടെ നോട്ട്സ് ചൂസ് ചെയ്യുമ്പോഴും പീപ്പിൾ ഹാഡ് ടു ചൂസ് മാരോയുടെ ക്യൂ ബാങ്ക് ബിക്കോസ് അത് കുറച്ച് സുപ്പീരിയർ ആണ്. ഓക്കെ, മാരോയുടെ ക്യൂ ബാങ്ക് ഭാട്ടിയുടെ ക്ലാസ് അത് ഒരു കിടിലൻ കോമ്പിനേഷൻ. ഇപ്പൊ അത് ആക്ച്വലി എല്ലാവർക്കും അഫോർഡബിൾ ആയ സംഭവം അത് കമ്പൈൻഡ് ആയി. പണ്ട് ഞാൻ ഭാട്ടിയ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ മാരോന്റെ ക്യൂ ബാങ്ക് എല്ലാവരും എടുക്കുന്നു, സോ അധികം എക്സ്പെൻസ് വരുന്നുണ്ട്, നമ്മുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല, ഞാൻ തന്നെ ഡിലേമേലായിരുന്നു.
അപ്പോൾ സംഭവം ഹെഡ് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ആദ്യം വെച്ചിരുന്ന കാര്യം ഡിസ്കഷൻ എന്താവട്ടെ, വേഗം ക്വസ്റ്റ്യൻ ബാങ്കോ ആപ്പോ റിലീസ് ചെയ്ത് കൊടുക്കുക, നമ്മൾ പിള്ളേർ കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു പ്രോബ്ലം സോൾവ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂസ്ഫുൾ സാധനം. ആൾക്കാർക്ക് ഇങ്ങനെ ചോദിക്കുമ്പോഴും ഐ യൂസ് ടു സേ ഇത് നല്ല പ്ലാനാ, ബിക്കോസ് നമ്മൾ എന്തായാലും അല്ലെങ്കിൽ ക്യൂ ബാങ്ക് എക്സ്ട്രാ വാങ്ങിക്കണം. ഇത് നമുക്ക് ആദ്യം മുതലേ അതിനോട് ആക്സസ് കിട്ടുന്നത് ക്യൂറേറ്റഡ് എറർലെസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. ഏറ്റവും മിനിമം എറർ വന്നിട്ടുള്ളത് മാരോലൻ ക്യൂ ബാങ്കിൽ തന്നെയാണ് തോന്നുന്നത്. ടീമിലേക്ക് എങ്ങനെ എത്തി? ഞാനിങ്ങനെ ജസ്റ്റ് ഹൗസ് ഏജൻസി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അവരുടെ ഒരു ആഡ് കണ്ടു. നമ്മള് സീനിയേഴ്സ് ഒക്കെ കുറെ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ MBBS ഗ്രാജുവേറ്റ്സിന് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത്. പിന്നെ എന്തേ പേ വെൽ ഓൾസോ. പിന്നെ 1 ഇയർ നല്ല പേ. എത്ര ഡിസ്ക്ലോസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ ഇല്ല, ഐ തിങ്ക് നമ്മൾ അവിടെ സൈറ്റിൽ പോയാൽ തന്നെ അറിയാൻ പറ്റും. ഞാൻ 6 months വർക്ക് ചെയ്തത്. 65,000 per month കിട്ടും. യു വോണ്ട് ഗെറ്റ് ദാറ്റ് വർക്കിംഗ് ഇൻ എ ഹോസ്പിറ്റൽ. ഓക്കെ. അപ്പോൾ ഹോസ്പിറ്റലിൽ അതിനിടയിൽ GP എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നോ? അതിന്റെ ഇടയിൽ സാറ്റർഡേ സൺഡേസ് ഓഫ് ആണ്. ഐ യൂസ് ടു ഗോ ഫോർ GP. പ്ലാബ് പാത്വേ ഈസ് എക്സ്പെൻസീവ് നോ, സോ ഐ ഹാഡ് ടു സേവ് അപ്പ്. അപ്പോൾ ഇന്റർവ്യൂ കാണുന്ന ആൾക്കാർക്ക് അതൊരു പുതിയ ഇൻഫർമേഷൻ ആണ് തോന്നുന്നത് അല്ലേ? ഡെഫിനറ്റ്ലി ഇങ്ങനെ വേ ഓഫ് വർക്കിംഗ് ഉണ്ട്. ഇനിയും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? അവർ ത്രൂ ഔട്ട് ദി ഇയർ ഹയറിംഗ് ആ, ബിക്കോസ് നമ്മളെ പോലത്തെ ആൾക്കാരാണ് കെയർ. പീപ്പിൾ ജസ്റ്റ് വർക്ക് ഫോർ 6 months 7 months, ദെൻ അവരവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ദിൽ റിസൈൻ ആൻഡ് ഗോ. അപ്പോൾ അവിടെ എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ്. ഒരു ഡേയിൽ എത്ര hours ഒക്കെ വർക്ക് ചെയ്യലുണ്ടാവും? പ്രോപ്പർ 9 to 5 കോർപ്പറേറ്റ് ജോബ്. ദിൽ പ്രൊവൈഡ് യു വിത്ത് എവറിത്തിങ്, മാക്ബുക്ക്, ഫോൺ എല്ലാം നമുക്ക് തരും. നമ്മൾ അവർ പറയുന്ന വർക്ക് ചെയ്യാം. ബാംഗ്ലൂർ തന്നെ പോയിട്ട് വർക്ക് ചെയ്യണം. 1 week ട്രെയിനിങ്ങിനായിട്ട് ബാംഗ്ലൂർ പോയിരുന്നു. അപ്പോൾ മാക്ബുക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. സംഭവം നമ്മുടെ ഒരു ഡിഫറെൻറ്റ് ഡയറക്ഷനിലായി പോയി ഇന്റർവ്യൂ പോകുന്നത്. ബാക്ക് ടു അക്കാഡമിക് പാർട്ട്. എത്ര സ്ട്രോങ് ആയിരുന്നു MBBS പഠിക്കുന്ന സമയത്ത്? കുഴപ്പമില്ലായിരുന്നു. ഒരു 2nd year 3rd year ഒക്കെ ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. നെവർ ദ ടോപ്പ് ഓഫ് ദ ക്ലാസ്. ഡിസ്റ്റിങ്ഷൻ തന്നെ എക്സ്ട്രാordinary അല്ലേ? നമ്മുടെ ബാച്ച് കുറച്ച് എലക്ഷൻ, പാർട്ടി, SFI വർക്കിലൊക്കെ ആക്റ്റീവ്, അതേപോലെ തന്നെ അക്കാഡമിക്സ് ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റി? എനിക്ക് ആദ്യം തന്നെ ഞാൻ അറിയുന്നൊരു കാര്യം, നല്ല റാങ്ക് വാങ്ങിച്ച പേഴ്സൺ മീൻസ് ഈ പൊളിറ്റിക്സിൽ കുറച്ച് ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് മാത്രമാണ്. ഈ ഡിസ്റ്റിങ്ഷൻ്റെ കഥ ഞാൻ ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ എങ്ങനെ രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റി? ഞാൻ ഫസ്റ്റ് ഇയർ ഒക്കെ നമുക്ക് ഒരു യൂഷ്വൽ UG പാറ്റേൺ നിന്ന് മാറി വന്നൊരു ഡിഫറെൻറ്റ് ഇത്ര വലിയ ടെക്സ്റ്റ് ബുക്സ് അതൊക്കെ എനിക്കറിയില്ലായിരുന്നു. ഒരു ഓറിയൻറ്റേഷൻ ഇല്ലായിരുന്നു. ഫസ്റ്റ് ഇയർ നല്ല സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ 2nd year ആകുമ്പോഴേക്കും ഒരു ഓറിയൻറ്റേഷൻ കിട്ടി. ഹൗ ടു ഹാൻഡിൽ ഈ ബിഗ് ടെക്സ്റ്റ് ബുക്സ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിച്ചത്. ഡെയിലി ബേസിസിലൊന്നും പഠിക്കുന്ന ഒരു ശീലമില്ലായിരുന്നു. സ്റ്റഡി ലീവ് ആകുമ്പോൾ പഠിച്ചു തുടങ്ങി. എക്സാം ബേസിലായി നിങ്ങൾക്ക് ബിലീവ് ചെയ്യാൻ പറ്റില്ല. എക്സാം ബേസിലായിട്ട് നിങ്ങൾ പഠിക്കുന്നു, എക്സാമിന് ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് സെൽഫ് കുറച്ചുകൂടി എളിമ കാണിക്കുന്നതിൻ്റെ പാർട്ടല്ലേ? അല്ല, മേ ബി അതാണ് എൻ്റെ പഠിത്തം സ്റ്റൈലിസ്. ഒരു ആക്റ്റീവ് റീകോൾ മെത്തേഡാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്തിട്ടുള്ള. UG തൊട്ടാണെങ്കിലും ഇപ്പോൾ ഒരു വട്ടം വായിക്കുവാണെങ്കിൽ അതിൽ മേക്ക് ഷുവർ അത് തിരിച്ച് അതുപോലെ റീകോൾ ചെയ്ത്, ഇപ്പോൾ എക്സാമിന് എങ്ങനെയാണോ ആൻസർ വേണ്ടത് ആ ഹെഡിങ്സിൽ അത് റീകോൾ ചെയ്തിട്ടാണ് അടുത്ത ടോപ്പിക്കിലേക്ക് പോവുക. ബാച്ചിലൊക്കെ എത്രാമത്തെ ഒരു പൊസിഷൻ ഉണ്ടോ? ഫൈനൽ ഇയർ ആയിരുന്നു തോന്നുന്നു എൻ്റെ ബെസ്റ്റ് 19th പൊസിഷൻ. ബാച്ചിലർ കുഴപ്പമില്ലാത്ത പൊസിഷൻ ഉണ്ട്. ശരിക്കും അക്കാഡമിക് എന്താ പറയുക, ബാക്ക് ബോൺ അല്ലെങ്കിൽ അക്കാഡമിക് ബാക്കപ്പ് എത്രത്തോളം ആവശ്യമുണ്ട് PG പ്രിപ്പറേഷനിൽ? ഇപ്പോൾ ഓക്കെ, എസ്പെഷ്യലി ഫസ്റ്റ് ഇയർ തൊട്ടേ ഞാൻ ജോയിൻ ചെയ്യുന്ന ഇയർ ഒന്നും അത്രയും ഒന്നും ആ ഒരു കൾച്ചർ വന്നിട്ടില്ല. 2nd year ഒക്കെയാണ് നമ്മൾ PG കോച്ചിങ് ഉണ്ട് എന്ന് കേൾക്കുന്നത്. ബട്ട് നൗ സ്റ്റുഡൻസ് സ്ട്രേറ്റ് അവേ വന്ന് മാരോ എടുക്കുകയാണ്. ദേ ആർ വാച്ചിങ് ദാറ്റ് മോർ ദൻ UG ക്ലാസ്സസ്. കോളേജിലെ ക്ലാസ്സിനെക്കാളും അതിലോട്ടാണ് അവരുടെ ഒരു ഫോക്കസ് വരുന്നത്. അപ്പം അങ്ങനെ ആവുമ്പോൾ യു നീഡ് ടു ബി ആ ഒരു ട്രാക്കിലേക്ക് എത്തേണ്ടി വരും. ഓക്കെ, തോന്നിയിട്ടുണ്ടോ അതായത് ഈ 1 yearലെ പ്രിപ്പറേഷനേക്കാളും കൂടുതൽ ഒരു ബാക്ക് പ്രിപ്പറേഷൻസ് എത്രത്തോളം അതിന് യൂസ്ഫുൾ ആണ്? ഹെൽപ്ഫുൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ക്ലാസ്, ഇപ്പോൾ ഒരു ഡ്രോപ്പ് ഇയർ എടുത്ത് പഠിക്കുന്ന ഒരാൾക്ക് എന്തായാലും UG പറയുന്ന രീതിയിൽ ബേസ് ഒന്നും ആയിരിക്കില്ല. സാറുമാർ ഫാക്കൽറ്റീസ് പഠിപ്പിക്കുക. ദിൽ ബി ഗോയിങ് നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മുടെ ബേസ് സ്ട്രോങ് ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്കൊരു ബെനിഫിറ്റ്. ബേസ് ഒന്ന് സ്ട്രോങ് ആക്കി ഇരിക്കുക എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ടത്. പിന്നെ ആ ഒരു എന്താ പറയുക, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ഇയറിൽ നല്ല സ്ട്രോങ് ആയിട്ടിരുന്ന് അതിനായിട്ട് പ്രിപ്പയർ ചെയ്യാം. ആ 1 yearൽ നമ്മുടെ എല്ലാ വീക്ക്നെസ്സും നമുക്ക് കോപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ ഫസ്റ്റ് ഇയർ എനിക്ക് ഭയങ്കര വീക്ക് ഏരിയ ആയിരുന്നു. ഫിസിയോളജി ഒക്കെ എൻ്റെ ബേസ്, അനാറ്റമി ഒക്കെ ഞാൻ യൂസ് ടു കോൾ മൈസെൽഫ് അനാറ്റമി ചലഞ്ച്ഡ്. അത്ര പോറായിരുന്നു എൻ്റെ അനാറ്റമി നോളജ്. അപ്പോൾ അതൊക്കെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഇയറിൽ INSET NEET എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? NEET എഴുതിയിരുന്നു. INSET നവംബർ എഴുതിയത്. എത്ര റാങ്ക്? INSET റാങ്ക് 7000 ഉണ്ടായിരുന്നു. നീറ്റ് ബാറ്റി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിരുന്നു നീറ്റ് എഴുതിയത്. 46,000 MBBS നോളജ് വെച്ചിട്ട് മൈ റാങ്ക് വാസ് 46,000. അവിടുന്ന് പിന്നെയുള്ള സ്റ്റെപ്പ് 7,000 എത്തിയത് ഇപ്പോൾ 57 ഒക്കെ ബാറ്റിയുടെ ക്ലാസ്സസ് വെച്ചിട്ടാണ്. എന്തായാലും ഓക്കെ, ക്ലാസ്സസ് എല്ലാവർക്കും കിട്ടുന്നതല്ലേ?
മേ ബി നമ്മുടെ അടുത്ത് 2000 സ്റ്റുഡൻസ് ഉണ്ട് ഈ ക്ലാസ്സിൻ്റെ അല്ല എല്ലാവർക്കും കിട്ടിയത്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സൈക്കിന് വേണ്ടിയിട്ട് നല്ല ക്ലാസ് ആയിരുന്നു എങ്ങനെ? അല്ല, ഞാനിപ്പോൾ ബാട്ടിയെ ചൂസ് ചെയ്തായാലും ഇപ്പോൾ ഞാൻ പറയാം ബ്രേക്ക് ഇയർ എടുത്ത സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തത് ബാട്ടിയെ വെച്ചിട്ട് തന്നെയായിരുന്നു. എല്ലാവരും ബാട്ടിയ മാറോക്യൂ ബാങ്ക് ഈ ഒരു കോമ്പിനേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വേറൊരു പ്രത്യേകത ഉണ്ട്, ഇനി വരുന്ന ആളുകൾക്ക് സെപ്പറേറ്റ്ലി ചൂസ് ചെയ്യണ്ട, കോഴ്സിൻ്റെ സിംഗിൾ പാർട്ടായിട്ട് രണ്ടും ഒരുമിച്ച് കിട്ടും എന്നുള്ളതാണ്. ഭയങ്കര നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പിന്നെ ലാസ്റ്റ് നീറ്റ് എഴുതിയപ്പോഴും ദ കോമ്പറ്റീറ്റീവ് നേച്ചർ എത്രത്തോളം ഉണ്ട്, വാട്ട് ആർ ദ യൂഷ്വൽ സ്ട്രാറ്റജി ഒക്കെ അതിനെക്കുറിച്ചൊരു ഓറിയന്റേഷൻ ഉണ്ട് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്യാനിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ അതിൽ ഞാൻ യൂഷ്വൽ എല്ലാവരും പോകുന്ന പാത്ത് തന്നെയാണ് ചൂസ് ചെയ്തത്. ഞാൻ ലൈവ് ക്ലാസ് ഓൺലൈൻ ലൈവ് ക്ലാസ് അതാണ് വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ. ഫേസ് ടു ഫേസ് കാലിക്കറ്റ് അവൈലബിൾ ആണ്, വെരി സീരിയസ്ലി പഠിക്കുന്നതാണ്, മെഡിസിൻ PG എടുക്കണം തീരുമാനിച്ചിട്ടുണ്ട്, സ്റ്റിൽ യു ഹാവ് ചൂസ്ഡ് ആൻ ഓൺലൈൻ ക്ലാസ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്കിങ്ങനെ കുറേ പേരുള്ളൊരു ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഇൻട്രോവേർട്ട് ആയിട്ടല്ല, കുറച്ചൊരു ADHD ട്രേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഒറ്റയിരിപ്പിൽ ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റില്ല. പിന്നെ ഇത്രേ പേരുണ്ടെങ്കിൽ ഐ മൈറ്റ് ജസ്റ്റ് ഉറങ്ങിപ്പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതൽ. എനിക്ക് എന്നെ അറിയാവുന്നത് ക്ലാസ്സിൽ കൂടുതൽ ജോലിയാക്കി പോകുന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അതും മേ ബി പൊളിറ്റിക്സിലോ അല്ലെങ്കിൽ കുറച്ച് ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് കുറച്ച് കമ്പനി ആളുകളൊക്കെ കീപ്പ് ചെയ്യാൻ, കമ്പനിയൊക്കെ നമ്മൾ എന്തായാലും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ആർക്ക് ഏത് ക്ലാസ് അഡ്വൈസ് ചെയ്യും? മേ ബി ഫേസ് ടു ഫേസ് ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, എന്നാലും കേട്ടതിൻ്റെ എക്സ്പീരിയൻസ് ബേസ് ചെയ്ത് ഇന്ന ആളുകൾ ഫേസ് ടു ഫേസ് യൂസ് ചെയ്യാൻ കുറേ പേർക്ക് കൺഫ്യൂഷനാണ്. എനിക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. നമുക്ക് നമ്മുടെ ഒരു ഇപ്പം ഞാൻ പറഞ്ഞ ഇത് എനിക്ക് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവില്ല എന്ന് എനിക്കറിയാം. പിന്നെ അത്രയും ആൾക്കാരാകുമ്പോൾ നമ്മളെ ആരും നോട്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സാധനം ഞാൻ ഉറങ്ങിപ്പോന്നുള്ളത് എനിക്ക് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്യാതിരുന്നത്. പിന്നെ ലൈവ് ആവുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു പേസിൽ സം പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ഒരു കോണായിട്ടാണ് അവരത് പറയാം. നമ്മുടെ ബേസിലാകുമ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് പോകും, 1 മണിക്കൂർ വീഡിയോ 2 മണിക്കൂർ എടുക്കും. അതിലൊരു സെൽഫ് അഡ്വാൻറ്റേജ് ഉണ്ട്, വെരി സീരിയസ്ലി. പക്ഷേ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് എവരി ഡേ ഇരിക്കാന്ന് പറഞ്ഞാൽ അതാണ് അവിടുത്തെ പ്രശ്നം. അങ്ങനെ മറ്റേതാണെങ്കിൽ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകുന്നതല്ലേ. ഞാനും എൻ്റെ ഫ്രണ്ട് കൂടെ ഒരുമിച്ചാണ് കണ്ടിരുന്നത്. അപ്പോൾ ഒരുമിച്ചാണ് ക്ലാസ്സസ് കണ്ടിരുന്നത്. അപ്പം വി ഹാഡ് ഇപ്പൊ ഒരാള് ഇച്ചിരി ഡൗൺ ആയാലും മറ്റേ ആളില്ല ഇത് തീർത്തിട്ട് എണീക്കൂ, അങ്ങനെ ഒരു ഇതിലായിരുന്നു. എന്താണ് ആ ഫയർ ത്രൂ ഔട്ട് ദ ഇയർ കീപ്പ് ചെയ്യാനുണ്ട്? മെഡിസിൻ ആ ഒരു ബ്രാഞ്ച് ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റി. സോ കമ്മിങ് ടു ഹാർഡ് വർക്ക്, പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ചേരുന്നില്ല ആ ഒരു പ്രിപ്പറേഷൻ്റെ ഫേസ് പോകുന്നതിൻ്റെ മുന്നേ ഉള്ള കൺസെപ്റ്റും പ്രിപ്പറേഷൻ്റെ ട്രാക്കിലേക്ക് എത്തിയപ്പോൾ കൺസെപ്റ്റും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ടായി? ഇനീഷ്യലി ക്ലാസ്സസ് ഇപ്പോൾ എല്ലാവരും പോകുന്ന പാത്തിൽ കൂടെ തന്നെയാണ് ഞാനും പോയിട്ടുള്ളത്. ക്ലാസ്സസ് കാണുന്നു, ബീറ്റ് ഫേസ് ടു ഫേസ് ഓർ ലൈഫ്, എന്തായാലും അതൊരു 3 months പ്ലസ് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഡെഫിനറ്റ് ആയിട്ടും ക്ലാസ് കണ്ട് തീർക്കാന്നുള്ളത്. അപ്പം അത് ചെയ്തു. അതിൻ്റെ ഒപ്പം എല്ലാവരും പറയുന്നൊരു സാധനം ലൈക്ക് എൻ്റെ കൂടെ മുന്നേ പ്രിപ്പയർ ചെയ്തവരുടെ മിസ്റ്റേക്സ് നമുക്കൊരു പാഠമാണല്ലോ. അവർ പറഞ്ഞത് ക്ലാസ്സസിൻ്റെ ഒപ്പം വായിച്ചു പോയിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഹാർഡ് തുടങ്ങുമ്പോൾ. അപ്പം ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. ഞാൻ ഭയങ്കര സ്ലോ റീഡറാണ്. അപ്പം ഞാനൊരു 8 hour ക്ലാസ് തലേദിവസം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 3-4 hourൻ്റെ നോട്ട് എനിക്ക് രാവിലെ വായിച്ച് തീർക്കാൻ പറ്റാറുണ്ടായിരുന്നുള്ളൂ. ട്രൈഡ് മൈ ബെസ്റ്റ്. ഇങ്ങനെ ബ്രേക്ക് ഒന്നും എടുത്തിട്ടില്ല ഇനീഷ്യൽ ഫേസിൽ. ഇനീഷ്യൽ ക്ലാസ് കാണുന്ന ഫേസിൽ ലൈക്ക് ബ്രേക്ക് എടുത്തിട്ടില്ല. എല്ലാ ദിവസവും വീഡിയോ കാണും. അതൊരു സ്കെഡ്യൂൾ ആക്കിയിരുന്നു. എവറി ഡേ വീഡിയോ കാണും. അപ്പോൾ ഒരു രാവിലെ 2 hour മാത്രം നോട്ട്സ് വായിക്കാൻ വേണ്ടി വെച്ചിരുന്നു. ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ തുടങ്ങിയത് കുറച്ച് ലേറ്റ് ആയിട്ട്. ഇനിസെറ്റ് നവംബറിന് ഒരു 1 month മുന്നെയാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്നത്. ആ സമയത്ത് ഞാൻ മാരോ പ്ലാൻ എടുത്തിട്ടില്ല. അപ്പം ഞാൻ പ്രീ-PGയുടെ ഫ്രീ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിരുന്നത്. പിന്നെ അവർ എല്ലാ ദിവസവും ഒരു ഡെയിലി ടെസ്റ്റ് ഇടും 50. അത് ചെയ്യുമായിരുന്നു, മാത്രമേ ചെയ്യുള്ളായിരുന്നു. പിന്നെ ഇനിസെറ്റ് കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടെ പെട്ടെന്ന് ക്ലാസ് കണ്ട് തീർക്കണം. നീറ്റിന്റെ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല, സോ ഇനി ഏപ്രിൽ വരുമോ മെയ്യിൽ വരുമോ അങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് ക്ലാസ് ഒക്കെ കണ്ടു തീർന്നു? എത്ര പിടിച്ചിട്ടും ജാനുവരി ഫസ്റ്റ് വീക്കാണ് ഈ ക്ലാസ് തീർന്നത്. പിന്നെ അങ്ങോട്ടുള്ള റുട്ടീൻ എങ്ങനെയായിരുന്നു? പിന്നെയാണ് ഞാൻ എല്ലാ വീക്കും GT ചെയ്യാൻ തുടങ്ങി. വീക്കിലി തന്നെ GT ചെയ്യാറുണ്ട്? റിവിഷൻ ഫസ്റ്റ് റിവിഷൻ തുടക്കത്തിൽ നല്ല ഡിമോട്ടിവേറ്റ് ആവില്ലേ വീക്കിലി തന്നെ GT ചെയ്യുമ്പോൾ? കുഴപ്പമില്ലായിരുന്നു. ഞാൻ എല്ലാവരും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് നേഴ്സ് തുടക്കം മുതൽ GT ചെയ്യുമ്പോൾ എൻ്റെ മാർക്ക് കാണുമ്പോൾ എനിക്ക് തന്നെ മുന്നോട്ട് പോകാൻ ഒരു കോൺഫിഡൻസ് കിട്ടില്ല. പക്ഷെ നമ്മുടെ ഫസ്റ്റ് മാർക്കിന്ന് നമ്മൾ ഇമ്പ്രൂവ് ആവുന്നുണ്ടോന്ന് മാത്രമേ നോക്കണ്ടൂ. ഞാൻ അതാ നോക്കിയിട്ടുള്ളൂ. എവിടെയായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നു? ഞാൻ ബാറ്റിൻ്റെ ക്ലാസ്സസ് കാണുന്നതിന് അതായത് ലാസ്റ്റ് നീറ്റിന് മുന്നേ ഒരു GT എഴുതിയിരുന്നു. അതായത് 71 ആയിരുന്നു എൻ്റെ 71 ഔട്ട് ഓഫ് 200 71 കറക്റ്റ് ആയിരുന്നു എൻ്റെ സ്കോർ. അവിടുന്ന് പിന്നെ നീറ്റൊക്കെ കഴിച്ചു ക്ലാസ്സസ് കാണാൻ തുടങ്ങി. ക്ലാസ്സസ് കണ്ട് തീർത്തിട്ടാണ് പിന്നെ ഞാൻ അടുത്ത മോക്കിൽ ഹയസ്റ്റ് എത്ര പോയിട്ടുണ്ട് സ്കോറാണോ GT? ലാസ്റ്റ് എഴുതിയ GT 154 ആയിരുന്നു സ്കോർ. അതാണ് എൻ്റെ ഹയസ്റ്റ് സ്കോർ. 160 170 കണ്ടിട്ടില്ല. അതായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ പിന്നെ ഓർക്കുന്ന 1 month കൂടി ഉണ്ട് നീറ്റിന് എത്താം എന്നുള്ളൊരു സാധനം. ഒരു ഡേ എത്ര ഹവേഴ്സ് പഠിക്കും?
ഇനിഷ്യൽ ഫസ്റ്റ് റിവിഷൻ ഒക്കെ 9 hours ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് റൗണ്ട് ഓഫ് റിവിഷൻ 10 to 11 hours കൺസിസ്റ്റന്റ്ലി കിട്ടി. അതിന്റെ മേളൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല. ഇവരുടെ എത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും? അത് ഫസ്റ്റ് റൗണ്ട് ഓഫ് റിവിഷനിൽ അറൗണ്ട് 150 to 200. സെക്കൻഡ് റൗണ്ട് ഓഫ് റിവിഷൻ ഞാൻ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്ത് ഐ ടു 400 to 500 ക്വസ്റ്റ്യൻസ് അതെ. ഞാൻ നോട്ട് വായിക്കുന്നത് ഫാസ്റ്റ് ആക്കി വായിച്ച് വിട്ടിട്ട് ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനാണ് ഒരു അപ്പടിച്ച് കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? ഐ കംപ്ലീറ്റഡ് ക്യൂ ബാങ്ക് മാരോ ക്യൂ ബാങ്ക് മൊത്തം ഇൻ ദ ഫസ്റ്റ് റൗണ്ട് ഓഫ് റിവിഷൻ. എൻ്റെ ഫസ്റ്റ് ഞാൻ 2 റിവിഷൻസ് ആണ് ചെയ്തത് ഇനിസെറ്റിന് പറയാനായിട്ട്. പക്ഷേ ഫസ്റ്റ് റിവിഷൻ ഐ ടുക്ക് അറൗണ്ട് 3 months ഓർ മോർ ആക്ച്വലി. അത് ഈ GT ഡേയ്സ് കൂട്ടിയിട്ടാണ്. ക്യൂ ബാങ്ക് ഫുൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അതിൽ. അതിൽ എൻ്റെ ഒരു സ്ട്രാറ്റജി വാസ് ഞാൻ ഇങ്ങനെ ഫോമോല് വീഴാൻ വളരെ ചാൻസ് ഉള്ള ഒരാളാണ് ഞാൻ. ഐ സി ഒരു ആപ്പ് ഐ സി ഓക്കെ അതിലോട്ട് പോകാൻ ഭയങ്കര ചാൻസസ് ഉള്ള ഒരാളായതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഇനീഷ്യലി പറഞ്ഞിരുന്നു സ്റ്റിക്ക് ടു 1 പ്ലാറ്റ്ഫോം, സ്റ്റിക്ക് ടു 1 ക്യൂ ബാങ്ക്. പിന്നെ ആരെങ്കിലും അഡ്വൈസ് ചെയ്തിരുന്നോ? ഫ്രണ്ട്സ്, സീനിയേഴ്സ്? ഞാൻ നവനീതനോട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഷീറ്റോൾഡ് ക്യൂ ബാങ്കിൽ മാരോ തന്നെയാണ് നല്ലത്, പിന്നെ പാട്ടിയാണല്ലോ ക്ലാസ്സസ് നമ്മൾ കണ്ടത്. അപ്പം ഇനീഷ്യലി ഇങ്ങനെ ഒരു ഡൗട്ട് കൂടെ വരും നമുക്ക്. ക്ലാസ്സസ് കാണുന്ന സമയത്ത് ഒരു സബ്ജക്റ്റ് അലോൺ എടുക്കുമ്പോൾ ഇതിലും നന്നായിട്ട് നമ്മൾ UGയിൽ കുറച്ചും കൂടെ വായിച്ചില്ലേ, ഇത് കുറച്ചും കൂടെ വായിക്കായിരുന്നല്ലോ, എനിക്ക് ഈ ടോപ്പിക് ഇതിലും നന്നായി അറിയാലോ എന്നൊക്കെ നമുക്ക് തോന്നുന്നു. അങ്ങനെ അപ്പൊ ആ ഒരു ഡൗട്ട് വന്നപ്പോഴാണ് ഞാൻ ആദ്യം നവനീതനോട് സ്ട്രാറ്റജിനെ കുറിച്ച് ചോദിച്ചത്. അപ്പൊ ഷീ ടോൾഡ് മീ നമുക്കൊരു 19 സബ്ജക്ട്സ് അവസാനം വരുമ്പോൾ ഈ നോട്ട്സ് ഭയങ്കര ബെനിഫിഷ്യൽ ആയി തോന്നും. ബിക്കോസ് ഒറ്റ സബ്ജക്റ്റ് അല്ല 19 സബ്ജക്ട്സ് ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ഈ ഷോർട്ട് ക്രിസ്പ് നോട്ട്സ് ഇത്ര മതി, അത് മതിയെന്ന് മനസ്സിലാവും. അപ്പം ആ ഒരു ഓൾറെഡി നല്ല റാങ്ക് അച്ചീവ് ചെയ്ത ഒരാളത് ഷുവറായി പറയുമ്പോൾ എനിക്കും ഓക്കെ അത് മതി എന്നുള്ളതിൽ കുറച്ചൊരു ഓക്കെ ഇത് തന്നെയാണ് നല്ലത് എന്നുള്ളൊരു സാധനം. സ്റ്റിൽ ഇനീഷ്യലി ഓരോ സബ്ജക്റ്റ് കാണുന്ന സമയത്ത് അവിടെ ആ സബ്ജക്റ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ അതിൽ ഉണ്ടാവില്ല. മേ ബി 2 പ്ലാറ്റ്ഫോം ആകുമ്പോൾ അതിലെ ഡിസ്പാരിറ്റീസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പോൾ പാത്തോളജി പോയി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ പാത്തോളജി നമ്മുടെ ക്ലാസ് പ്രവീൺ സാറിൻ്റെ ഫുൾ ക്ലാസ് കേട്ടിട്ടും നമുക്ക് മേലുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ക്വസ്റ്റ്യൻ കാണൂല, ചില ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ കാണൂല. അതുണ്ട്. അതിൽ നമ്മൾ ഒരു കാര്യം ടേക്ക് ഇറ്റ് ആസ് എ ലേണിംഗ് പോയിന്റ്. ഞാൻ അങ്ങനെ അതിനെടുത്തിരുന്നത്. ഇപ്പോൾ മൊഡ്യൂളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില മൊഡ്യൂള് അങ്ങനെ ഒരു ടോപ്പിക്കേ നമ്മുടെ നോട്ടിൽ ഉണ്ടാവില്ല, അതായിരിക്കും അവരൊരു മൊഡ്യൂളായിട്ടൊക്കെ ഇടാം. അപ്പം അന്നേരം ജസ്റ്റ് നോക്കുക, അതൊരു ലേണിംഗ്, അതിൽ നിന്ന് എന്ത് പഠിക്കാൻ പറ്റും എന്നുള്ളത് എടുക്കുക. ഈ ഫോമോ വരുന്ന സമയത്ത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഈ സംഭവം വരുന്ന സമയത്ത് എങ്ങനെ അവോയ്ഡ് ചെയ്യും? നസീർ സാർ പറഞ്ഞൊരു നല്ല പോയിന്റ് ഉണ്ടാവില്ല, യു ഷുഡ് ഹാവ് ഫിയർ ഓഫ് മിസ്സിംഗ് ഇൻ. നോട്ടിലുള്ളത് പഠിച്ച് കഴിഞ്ഞിട്ടേ നിങ്ങൾ അപ്പുറത്തേക്ക് എത്തിച്ച് നോക്കേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളത്. അതൊരു നല്ല അഡ്വൈസ് ആയിരുന്നു. ലൈക്ക് അതുകൊണ്ട് ഞാനും അത് തന്നെ ഫോളോ ചെയ്തേ. എൻ്റെ അടുത്തുള്ള 2 റിസോഴ്സസ് ഞാൻ മാക്സിമലി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഈ മാരോയിലെ ക്യൂ ബാങ്ക് ചെയ്യുമ്പോൾ ഡിസ്പാരിറ്റീസ് വരുമ്പോൾ ഞാൻ നേരെ ഫാക്കൽറ്റീസിന് എല്ലാവരും ടെലിഗ്രാമിൽ അവൈലബിൾ ആണ്, എല്ലാവരും റിപ്ലൈ ചെയ്യും. ഫാക്കൽറ്റീസിനോട് പറഞ്ഞു ചോദിക്കുക മോസ്റ്റ് യൂസ്ഫുൾ ആയ കുറച്ച് എല്ലാവരും യൂസ്ഫുൾ തന്നെയാണ് അതിൽ വലിയ. ഞാൻ പിന്നെ ഓട്ടോ മെമ്പർഷിപ്പ് മെന്റർഷിപ്പ് ഉണ്ടല്ലോ രജത് സാറിന്റെ പ്രവീൺ സാറിന്റെ, അത് റെഗുലർലി കണ്ടിരുന്നതാണ്. ഇതൊരു ഇറ്റ് ബിക്കേം എ ഹാബിറ്റ്. ഞാൻ ഇപ്പോഴും 8:45 സൂം ഓണാക്കി വെക്കും. പഠിക്കുന്നില്ലെങ്കിൽ കൂടെയും അത് ഭയങ്കര നല്ലത്. രാവിലെ തന്നെ വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എസ്പെഷ്യലി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ബാഡ് ന്യൂസസ് നമുക്ക് കിട്ടുന്ന സമയത്ത് അഡ്രസ് ഇറ്റ് കറക്റ്റ്. ഇപ്പോൾ 2 ഷിഫ്റ്റ് വന്ന സമയത്ത് ലൈക്ക് അതിനെങ്ങനെ എടുക്കാം, എല്ലാ ബാഡിനെയും അവർ എങ്ങനെയെങ്കിലും ഒരു പോസിറ്റീവ് ആക്കി തരും. രജത് സാറായാലും പ്രവീൺ സാറായാലും. അപ്പോൾ അത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരുന്നു. രാവിലെ തന്നെ ഒരു പോസിറ്റീവ് നോട്ടിൽ ഡേ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്. പിന്നെ എസ്പെഷ്യലി ഇനിസെറ്റിന് 1 week back വി ഹാഡ് വാറിന്റെ എഡ്ജിലായിരുന്നില്ല. ആ സമയത്തൊക്കെ എല്ലാവരും ഐ തിങ്ക് യൂട്യൂബിൽ ഇങ്ങനെ ന്യൂസ് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തിരുന്നവരൊക്കെ യൂട്യൂബിലേക്ക് എത്തിയിരുന്നു. ഏതെങ്കിലും സെന്റർ ബോംബ് നശിച്ചോ എന്നൊക്കെ. പിന്നെ നമുക്കൊരു കൺസേൺ ഉണ്ടാവുമല്ലോ, നമ്മളെ പോലെ പഠിക്കുന്നവർ എല്ലായിടത്തും ഉണ്ടല്ലോ, അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എങ്ങനെയാണ് ഇനിസെറ്റ് നടത്തുക എന്നുള്ള ഒരു മോറൽ സാധനമൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെല്ലാം അത് അഡ്രസ് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പം നസീർ സാറിന് പറഞ്ഞു, പ്രവീൺ സാർ, രജിത് സാർ, പിന്നെ കുറച്ചുകൂടി ഇൻഫ്ലുവൻഷ്യൽ ആയത് ഫാക്കൽറ്റി ഇഷ്ടപ്പെട്ട് പഠിച്ച സബ്ജക്ട്സ് തമീം സാർ. എനിക്ക് മെഡിസിനോട് സബ്ജക്റ്റ് ഇഷ്ടമുണ്ട്. തമീം സാർ ദ വേ ഹി ടീച്ചേഴ്സ് കൂടുതൽ ആ സബ്ജക്റ്റിനോട് ഇഷ്ടം വരും. 25 years ഓഫ് എക്സ്പീരിയൻസ് ആ നോട്ടിൽ കാണാം. ദ വേ ടേബിളൊക്കെ ആ ഫുൾ ഇങ്ങനെ. ക്ലാസ് ഒരിക്കലും ഇംപ്രസീവ് അല്ലായിരുന്നു അല്ലേ? ഇംപ്രസീവ് ഇൻ ദ സെൻസ് ടോൺ, പ്രസന്റേഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ജസ്റ്റ് ഒരു 10 minutes അതല്ല ഫസ്റ്റ് കാണുമ്പോൾ, ഫസ്റ്റ് ഇതൊരു 10 minutes കാണുമ്പോൾ എനിക്ക് ഫസ്റ്റത്തെ ഇതിൽ തന്നെ ആ ഒരു
ഒരു നോളജിന്റെ ഒരു നോളജിന്റെ ആ ഒരു കാര്യം കാണുമ്പോൾ അതിൽ ഇംപ്രസ്ഡ് ആവുന്നുള്ളത് അത് തന്നെയാണ് അത് ഞാൻ പറഞ്ഞു വന്നപ്പോൾ നോളജിലാണ് സാറിൻ്റെ ഇംപ്രസ്ഡ് ആവുക. എസ്പെഷ്യലി സാറിന്റെ ക്ലാസ്സിൽ എൻഡിൽ ലൈവിൽ തന്നെ ഹിൽ ആസ്ക് പീപ്പിൾ ടു ഡൗട്ട്സ് ചോദിക്കാൻ പറ്റില്ല. അപ്പം മാരോലൊക്കെ നമുക്ക് ക്യൂ ബാങ്കിൽ കുറെ ഹൈഫൈ സാധനങ്ങളുണ്ടാവും. അപ്പം അതൊക്കെ ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഇത് UG നിങ്ങളുടെ ലെവലിൽ ആവശ്യമില്ല പറഞ്ഞ് ഒഴിവാക്കല്ല. ഹിൽ ഹാവ് എ PPT പറയും ഇത് നിങ്ങളുടെ ലെവലിൽ ആവശ്യമില്ല, നേരെ പോയി PPT ഇത് ലൈവിൽ ചോദിക്കും. ഹി ഹാസ് ഇറ്റ് റെഡി ഓൾറെഡി, അതെടുത്തിട്ട് ഇതാണ് ഞാൻ പറയാൻ വന്നൊരു പോയിന്റ് തന്നെ. ആ ഒരു ടോപ്പിക്കിനോട് സാറിൻ്റെ അപ്രോച്ച് കാണുമ്പോൾ തന്നെ മെഡിസിനോട് ഇഷ്ടം തോന്നും അല്ലേ? ഇപ്പോൾ ബാക്കിയുള്ള ഫാക്കൽറ്റീസ് ആണെങ്കിൽ ഇതിനേക്കാളും നല്ല പ്രസൻറ്റേഴ്സ് ഉണ്ട്, ഭയങ്കര എൻഗേജിങ് ആയി നിർത്താറുണ്ട്. സാറിൻ്റെ എൻ്റർടൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് ആണ്. എന്ത് ചോദിച്ചാലും ഹിൽ ഹാവ് ആൻസർ. എല്ലാത്തിനും ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, വെരി ലോജിക്കൽ എക്സ്പ്ലനേഷൻ. മെഡിസിൻ അങ്ങനെ ഒരു ലോജിക്കൽ ആയതുകൊണ്ട് ഞാൻ ഒന്ന് സാറിൻ്റെ ക്ലാസ് കണ്ടതിന് ശേഷം RD എടുക്കേണ്ട പല ആളുകളും മെഡിസിനിലേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണോ? അല്ല, എനിക്ക് ഓൾറെഡി മെഡിസിനോട് ഒരു കൂടുതൽ. ഇപ്പം നല്ല റാങ്ക് വാങ്ങിച്ചപ്പം RD ഡെർമറ്റൊക്കെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓപ്ഷനായിട്ട്? ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പം എല്ലാം കിട്ടുന്ന ഒരു റാങ്ക് ഉണ്ടാവുമ്പോൾ ഫ്യൂച്ചറിലെ വർക്ക് ലൈഫ് ബാലൻസും ഒക്കെ ആലോചിച്ചിട്ട് RD ഒക്കെ സജസ്റ്റ് ഞാൻ ഐ വൺ ടോക്ക് ടു RD പീപ്പിൾ. ദ തിങ് ഇസ് നമ്മൾ RD PG ചെയ്യുന്നവരോട് ചോദിച്ചാൽ RD ആണ് സൂപ്പർ, മെഡിസിൻ PG ചെയ്യുന്നവരോട് ചോദിച്ചാൽ മെഡിസിൻ ആണ് സൂപ്പർ. ആ ഒരു പിന്നെ എന്തായാലും ബേസിക്കലി നമ്മുടെ ഇൻട്രസ്റ്റ് തന്നെയാണ് അല്ലേ, നമ്മുടെ എങ്ങനെ അതിനെ നോക്കി കാണുന്നത്. ഇപ്പം നല്ല റാങ്ക് വാങ്ങിച്ചിട്ട് നിങ്ങളെ ബാച്ചിൽ നിന്ന് തന്നെ നോൺ ക്ലിനിക്കൽ എടുത്തു പോയ ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരെ എയിം ഡിഫറെൻ്റ് ആണ്. റിസർച്ച് ഫീൽഡിലേക്ക്, WHO, UK, US പോകുന്നത്. പിന്നെ പീസായിട്ട് ജീവിക്കാം എന്നുള്ളതൊരു പ്രയോറിറ്റി വരുമ്പോൾ നോൺ ക്ലിനിക്കൽ ശരിക്കും നല്ല ഓപ്ഷൻ തന്നെയാണ്. പിന്നെ നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ ഉള്ളത്. സെൽഫായിട്ട് ഏത് ബ്രാഞ്ചിൽ നമ്മളെ കാണുമ്പോഴാണോ നമുക്ക് താല്പര്യമുള്ളത് അത് പോയിട്ട് എടുക്കുക എന്നുള്ളതാണ് അല്ലേ. എന്തെടുക്കാൻ പോകുന്നത്? എവിടെ? ജിപ്മറാണ് ഇപ്പം. കുറച്ച് എയിംസിലൊക്കെ കിട്ടുമായിരുന്നു, മേ ബി ഡൽഹി എയിംസ് അല്ല ബാക്കിയുള്ളടത്തൊക്കെ കിട്ടുമായിരുന്നു. ഞാൻ ആദ്യമേ ഒരു OG3 INISൽ തന്നെ നോക്കുന്നുള്ളൂ എന്നായിരുന്നു. അപ്പം ഡൽഹി ഞാൻ കാറ്റഗറി ഒന്നും കൊടുത്തിരുന്നില്ല, എനിക്ക് എന്തായാലും ഡൽഹി കിട്ടില്ല. പിന്നെയുള്ള ഓപ്ഷൻ PGI വേഴ്സസ് ജിപ്മർ ആയിരുന്നു. അപ്പം നോക്കി അന്വേഷിച്ചൊക്കെ വന്നപ്പം ജിപ്മർ ഫെൽറ്റ്. കാറ്റഗറി അന്ന് കൊടുക്കാത്തതിന് വിഷമം തോന്നുന്നുണ്ടോ? ജിപ്മർ തന്നെയാണ് ഇഷ്ടം? കുറച്ചും കൂടെ എനിക്കിങ്ങനെ ദൂരെ പോകുന്നതിനോടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് കോഴിക്കോട് തന്നെ കയറണം എന്നുള്ള ആഗ്രഹമൊക്കെ. ഓക്കെ, INCD എഴുതുമോ ഇനി എഴുതുന്നു? August 3rd. നീറ്റാ? ഓ സോറി, നീറ്റ് മാറിപ്പോയത്. നീറ്റ് എഴുതുന്നുണ്ടോ? എന്തായാലും നമ്മൾ അതിന് വേണ്ടിയാണല്ലോ 1 year ആയി പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, ഞാൻ ഈ ഫൈനൽ പാർട്ട് ഓർ എൻ്റെ റെഗുലർ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഈ വർഷം ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്, എനിക്ക് റാങ്കോ അല്ലെങ്കിൽ പഠനത്തിന് മുന്നോട്ട് പോകാൻ പറ്റിയെന്ന് തോന്നുന്ന ഒരു കാര്യം? മേ ബി 1 അല്ല 2 3 കാര്യം പറയാം. GTs റെഗുലറായി ചെയ്തത്, വീക്കിലി GT ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് നമ്മളെ നന്നായിട്ട് പഠിച്ചൊരു വീക്കിൽ അതിൻ്റെ സ്കോർ ഡിഫറൻസ് കാണും. അതുപോലെ തന്നെ ഇത്തിരി ഒന്ന് ഡൗണർ ആകുമ്പോൾ ആ GT ചെയ്യുമ്പോൾ ഓക്കെ ബാക്ക് പോയി, ഐ ഷുഡ് ഗെറ്റ്, നമുക്ക് നമ്മളെ തന്നെ അനലൈസ് ചെയ്യാനുള്ള ഒരു ടൂളായി യൂസ് ചെയ്യാം. പിന്നെ GTസിന് മുന്നേ ഐ യൂസ് ടു റീഡ് സർട്ടൻ ടോപ്പിക് സെലക്റ്റഡ്. ഞാൻ ഫസ്റ്റ് റിവിഷൻ ഐ ഡോണ്ട് ഹാവ് എ 20th നോട്ട്ബുക്ക് ആസ് സച്ച്. പക്ഷേ ഫസ്റ്റ് റീഡിങ്ങിൽ ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടും തെറ്റിക്കുന്നു എന്ന് തോന്നുന്ന ഒരു ടോപ്പിക്സ്, ഇപ്പോൾ എനിക്ക് പാത്തോല് നെഫ്രൈറ്റിസിൻ്റെ ഇമേജസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടും ഐ യൂസ് ടു ഗെറ്റ് ദം റോങ്. എല്ലാ GTയിലും 1-2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് തെറ്റുകയും ചെയ്യുമ്പോൾ ഞാൻ പിന്നത്തെ GT മുതൽ അത് വായിക്കും. അതുപോലെ BNSന്റെ വിശ്വജിത് സർ അയച്ച PDF ഒരു എല്ലാ GTയുടെ മുന്നേ വായിക്കും. ദാറ്റ് വേ അത് നമുക്ക് ഭയങ്കര ഫെമിലിയർ ആവും. നമ്മുടെ വീക്കർ ടോപ്പിക്സ് ഒരു 4-5 GTക്ക് മുന്നേ വായിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് യുവർ സ്ട്രെങ്ത്. അപ്പൊ അത് ഓക്കെ ആയി തോന്നുമ്പോൾ അടുത്തൊരു 5-6 ടോപ്പിക് ആയിട്ട് ഞാൻ അങ്ങനെ 20th നോട്ട്ബുക്ക് അല്ല ഉണ്ടാക്കിയത്. ഫസ്റ്റ് റിവിഷനിൽ ഇതാ ചെയ്തിരുന്നത്. പിന്നെ സെക്കൻഡ് എത്തിയപ്പോൾ ജസ്റ്റ് ഒരു 2 pages ഫാക്ച്വൽ ഇങ്ങനെ 1-liners, എപ്പോഴും തെറ്റുന്ന 1-liners എഴുതി വെച്ച് അത് GTക്ക് മുന്നേ നോക്കുമായിരുന്നു. അപ്പോൾ GTക്ക് മുന്നേ അത് നോക്കുന്നത് നമുക്കും ഒരു GT എഴുതാനുള്ള ഒരു മെന്റൽ ഇതിലോട്ട് എത്തും. അത് നല്ലൊരു സാധനമായി തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഓരോ ആൾക്കാർ പറയുന്നതെന്ന് പിക്ക് ചെയ്യുന്ന പറ്റുന്ന പോയിന്റ്സ് എടുത്തിട്ട് സ്വന്തം കയ്യിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ? കയ്യിൽ നിന്നായിട്ട് ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തു പറയുന്നതിന് കുഴപ്പമില്ല, വേറെ ആരെങ്കിലും യൂസ് ചെയ്യാനൊന്നുമില്ലല്ലോ. അല്ല അങ്ങനെ. പിന്നെ ഞാൻ സെക്കൻഡ് റിവിഷൻ തൊട്ടിട്ട് ഐ യൂസ് ടു ഡു 50 questions ഇൻ എ മിക്സ് ബാഗ്. ലൈക്ക് മോർണിംഗ് രാവിലെ എണീറ്റാ പഠിക്കാനിരിക്കുന്ന ഫസ്റ്റ് തിങ് ടു ഡു വാസ് എല്ലാ ടാക്സും എല്ലാ സബ്ജക്റ്റും അപ്പോൾ ഒരു മിനി GT ഫുട്ബോൾ കളിക്കാൻ അതൊരു 1 hour 1.5 hours ചെയ്ത് തീർക്കുന്നു. റിവ്യൂ ചെയ്യുന്നു. ഞാൻ പിന്നെ ചെയ്യുന്ന ഒരു കാര്യം, GT റിവ്യൂവിന് എനിക്ക് കുറച്ച് പിക്ടോറിയൽ മെമ്മറീൻ്റെ ഒരു ഇതുള്ളത് കൊണ്ടും കൂടെ GT റിവ്യൂ എന്ന് പറഞ്ഞാൽ GT എഴുതി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് വന്നിട്ട് 19 ബുക്കും ഇങ്ങനെ എടുത്ത് വെക്കും, അതിൻ്റെ നടുക്കിരിക്കും. എന്നിട്ട് തെറ്റുന്ന ക്വസ്റ്റ്യൻ എല്ലാം നോട്ടൊന്ന് തന്നെ വായിക്കും. തെറ്റുന്ന ക്വസ്റ്റ്യൻ ഒരുപാട് സമയം എടുക്കൂല. ഇനിഷ്യലി നമ്മൾ ആകെ 5-6 സബ്ജക്റ്റ് വെൽ നോൺ ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസത്തിൽ ചിലപ്പോൾ തീർക്കാൻ പറ്റില്ല. ബട്ട് ടുവേർഡ്സ് ലാസ്റ്റ് എന്തായാലും ഒരു 4-5 hours നമുക്ക് റിവ്യൂ.
വളരെ ഷോർട്ടായിട്ട് തന്നെ എന്നുവെച്ചാൽ നമ്മൾക്ക് ശരി എന്നുള്ള കോൺഫിഡൻസ് ഉള്ളത് ഞാൻ അത്ര വായിക്കില്ല. തെറ്റുന്നത് കൺഫ്യൂസ് ചെയ്യുന്നതൊക്കെ നോട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി വായിക്കും. അപ്പം അത് നല്ലതാ. അങ്ങനെ പിക്ടോറിയൽ മെമ്മറി വർക്ക് ചെയ്യണവർക്ക് അത് നല്ലതായിരിക്കും. എനിക്കിങ്ങനെ ഒരേ സാധനം 2 സോഴ്സ് എന്ന് വായിക്കുന്നത് ഇഷ്ടമല്ല. ഇപ്പൊ ക്യൂ ബാങ്ക് ഇപ്പോൾ ഒരു ദിവസം 400 ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്ന് പറയുമ്പം അത് ഇതുകൊണ്ടാണ് പറ്റുന്നത്. റീഡിങ് എക്സ്പ്ലനേഷൻ നമുക്ക് നമ്മുടെ നോട്ടിൽ നന്നായി കവർ ചെയ്ത ടോപ്പിക്ക് ഞാനത് ശരിയാക്കി, എനിക്ക് കൺഫ്യൂഷൻ ഇല്ല, അപ്പം അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ വായിക്കില്ല. തെറ്റിയാ വായിക്കും, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വായിക്കും, നോട്ടിൽ ഇല്ലാത്ത ടോപ്പിക് ആണെങ്കിൽ വായിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു ദിവസം 400-500 ക്വസ്റ്റ്യൻസ് കൊണ്ടുപോകാൻ പറ്റിയത് എന്നുള്ളതാണ്. ആൻഡ് ചെയ്ത മിസ്റ്റേക്ക് ഇതൊക്കെ അവോയ്ഡ് ചെയ്യായിരുന്നു. മേ ബി തുടക്കത്തിൽ ചെയ്തു, പിന്നെ ഒഴിവാക്കി, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ഇയർ ചെയ്തു. മിസ്റ്റേക്സ് ഓർ പിറ്റ് ഫോൾസ് ഐ വുഡ് സേ പറ്റുന്നത്ര ക്ലാസ്സിൻ്റെ ഒപ്പം നോട്ട്സ് വായിക്കണം. ഞാൻ ചില സബ്ജക്ട്സ് ലാസ്റ്റിലോട്ട് ഞാൻ പറഞ്ഞില്ല, യൂണിവേഴ്സിറ്റി കഴിഞ്ഞപ്പോൾ റഷ് ചെയ്തു വേഗം തീർക്കാൻ വേണ്ടി. അപ്പോൾ ഷോർട്ടർ സബ്ജക്ട്സ് ഒക്കെ ആയിരുന്നു, ഒട്ടും വായിച്ചിട്ടില്ലായിരുന്നു നോട്ട്. അപ്പോൾ പിന്നെ ഫസ്റ്റ് റിവിഷന് വേണ്ടി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ എഴുതി വെച്ചത് തന്നെ. വിൽ ഹാവ് ടു ഗോ ബാക്ക് ആൻഡ് വാച്ച് ദ ക്ലാസ്. എക്സാക്ട്ലി എന്ത് കേട്ടപ്പോഴാണ് ഈ ഒരു പോയിന്റ് എഴുതിയെന്നുള്ളത് മനസ്സിലാവില്ല. ഞാനാണ് പിന്നെ സർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് അതെനിക്ക് യൂസ്ഫുള്ളാ തോന്നിയാൽ അത് ചിലപ്പോൾ ഞാൻ സൈഡിലൊക്കെ ഇതെന്താ എഴുതിയേക്കുന്നതെന്നുള്ളത് പിന്നെ മനസ്സിലാവില്ല. പിന്നെ സ്വന്തമായി നോട്ട്സ് ഉണ്ടാക്കുന്നത് ആക്ച്വലി എനിക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട്. ഞാൻ തന്നെ നിങ്ങൾ തന്നെ സ്വന്തം ഉണ്ടാക്കിയ മാരോന്റെ നോട്ട് യൂസ് ചെയ്യേണ്ടതാണോ? അങ്ങനെയല്ല, സം പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ടൈം ലൈക്ക് അവരെ സിറ്റുവേഷൻ കൊണ്ട് അവർക്ക് ചിലപ്പോൾ നോട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ ജഹാൻ ഉണ്ടാക്കി നോട്ടൊക്കെ യൂസ് ചെയ്യാം. എന്റെ മാത്രം എഫേർട്ടല്ല, ടീം എഫേർട്ടാണ്. ഏത് സബ്ജക്റ്റാ ജഹാൻ ഉണ്ടാക്കി നോട്ട് ഉണ്ടായിരുന്നു? ENT-ലുണ്ട്, സൈക്യാട്രിയിലുണ്ട്, പിന്നെ കുറച്ച് അതിന്റെ സോഫ്റ്റ്വെയർ പാർട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. കുറെ സബ്ജക്ട്സ് സോഫ്റ്റ്വെയർ ചെയ്തിട്ടുണ്ട്. റൈറ്റിംഗ് ആയിരുന്നോ കൂടുതലായും ശ്രദ്ധിച്ചിരുന്നില്ല? കണ്ടന്റ് ക്രിയേഷൻ ആണോ? കണ്ടന്റ് ഞാൻ റിവ്യൂവർ ആയിരുന്നു. അപ്പം കണ്ടന്റിന്റെ തെറ്റ് മിസ്റ്റേക്സ് കണ്ടുപിടിക്കുന്നതും ആ റിവ്യൂവർ ആയിരുന്നു ഞാൻ ഇനീഷ്യൽ പാർട്ടിൽ. കൂടുതൽ അങ്ങനെയാണോ? മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണോ? അതെ, അതുകൊണ്ട് തന്നെ ഡിസ്പാരിറ്റീസ് ക്യൂ ബാങ്ക് എന്നൊക്കെ കുറെ പിക്ക് ചെയ്ത് ഞാൻ കുറെ ഫാക്കൽറ്റീസിനും മെസ്സേജ് അയച്ചു ഉറപ്പിച്ചിട്ടുണ്ട്. ജയ്സാറിനൊക്കെ ഞാൻ കുറെ സർജറി പിന്നെ അങ്ങനെ ഒരു ഫ്ലോ ചാർട്ട്സ് ഒരൊറ്റ വേർഡിൽ ആൻസർ ചേഞ്ച് ചെയ്യുമല്ലോ. തിയറി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഈ കണ്ടീഷന് ഇത് ഏത് ട്രീറ്റ്മെന്റ് ആണ് വരേണ്ടത് എന്നുള്ള എപ്പോഴും കൺഫ്യൂസിങ് ആണ് സർജറി അല്ലേ? സാറൊക്കെ പെട്ടെന്ന് റിപ്ലൈ ചെയ്യും. വൺ ഓഫ് ദി പീപ്പിൾ ഹു റിപ്ലൈസ് ഇൻ 5-10 minutes. ഓഹോ, പേഴ്സണൽ മെസ്സേജ് ആണോ അല്ലെങ്കിൽ ഗ്രൂപ്പ് മെസ്സേജ്? ടെലിഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് അയക്കും, പെട്ടെന്ന് റെസ്പോൺസ് കിട്ടാറ്. എല്ലാ ഫാക്കൽറ്റീസും റിപ്ലൈ ചെയ്യും. തമീം സാറാണ് നമ്മളെ മെയിൽ ചെയ്യേണ്ടി വരുന്നത്, ബാക്കി എല്ലാവരും ടെലിഗ്രാമിൽ. ഓക്കെ, എന്താ ഒരു ഫൈനൽ ടേക്ക് ആയിട്ട് പറയാം പുതിയതായിട്ട് പ്രിപ്പറേഷന് വരുന്ന ആളുകളോട് പറയാനുള്ളത്? മേ ബി യുജിയിൽ നന്നായി പഠിച്ച് നല്ല മാർക്ക് കിട്ടിയ ആളുകളുണ്ടാവും, യുജിയിൽ അത്ര പഠിക്കാത്ത മാർക്ക് കിട്ടാത്ത ആളുകൾ. ഇതിനെ കൂടി കൂടുതൽ കാറ്റഗറീസ് ഒന്നുമില്ല, രണ്ടുപേർക്കും പറഞ്ഞു കൊടുക്കാൻ എന്താ ഉള്ളത്? ഫുൾ ഒരു 10 months മിനിമം നമുക്കൊരു പ്രിപ്പയർ ചെയ്യാനുള്ള ഇതുണ്ട്. ലൈക്ക് ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിനേക്കാൾ കുറച്ച്. യൂഷ്വലി പീപ്പിൾ നീഡ് അത്ര ഒരു സമയം ക്ലാസ്സസ് കാണാനും റിവൈസ് ചെയ്യാനൊക്കെ. ആൻഡ് മൈ ടേക്ക് വുഡ് ബി ഒരു സോഴ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഒരു സബ്ജക്റ്റിന് ഒരു ഫാക്കൽറ്റി മതി. ട്രസ്റ്റ് യുവർ ഫാക്കൽറ്റി. അവരുടെ നോട്ടിൽ എന്താണോ ഉള്ളത് നമ്മൾ വേറെ എവിടെ എന്ത് വായിച്ചാലും ട്രസ്റ്റ്. പറന്ന് കളിച്ച് പോകുന്ന ആൾക്കാർ ഈ സാറിന് ഇതിൻ്റെ നല്ലതാണ്, ഈ സാറിന് നല്ലത് തന്നെയാണ്, കൺഫ്യൂഷൻ ഒന്നുമില്ല. ബട്ട് നമ്മളത് എല്ലാ ഗ്രൗണ്ടിലും പോയി കളിക്കാന്നുള്ളൊരു ഇല്ല. അത് പിന്നെ ഒരു കൺഫ്യൂസിങ് ആവാം. പിന്നെ ലാസ്റ്റിലോട്ട് നമ്മൾ ഈ 19 സബ്ജക്ട്സ് എടുത്ത് വെച്ചിരിക്കുമ്പോൾ കൺഫ്യൂഷൻ കൂട്ടത്തേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഒരുപാട് ഫാക്കൽറ്റീസിന് പിന്നാലെ പോയാൽ. അപ്പം ഒരു സോഴ്സ് എടുക്കുക, അതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യുക. പിന്നെ ഇപ്പോൾ ക്യൂ ബാങ്ക് ആണെങ്കിലും ഒരു ക്യൂ ബാങ്ക് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബെറ്റർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ ഒരു സോഴ്സിലോട് സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ നമുക്കൊരു ഫെയ്ത്ത് ഉണ്ടാവും, നമുക്ക് ഇവർ പറയുന്നതായിരിക്കും ശരി എന്നുള്ള. അവരെ സോഴ്സ് ട്രസ്റ്റും ചെയ്യണം. ഡൗട്ട്സ് ഒരുപാട് ഉണ്ടായാലും ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പം കോൺട്രവേഴ്സീസ് ആർ ഓൾവേസ് കോൺട്രവേഴ്സീസ്. ഇപ്പം യൂഷ്വലി അത് കോൺട്രവേഴ്സി ആവുന്നത് ഇപ്പം പീഡിയാട്രിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഒരു വാല്യൂ പറയുന്നു, മെഡിസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഒരു വാല്യൂ പറയുന്നു. യു കാൺട്ട് സേ വിച്ച് ഇസ് റൈറ്റ് വിച്ച് ഇസ് റോങ്. അങ്ങനത്തെ സാധനങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കുക, അല്ലെങ്കിൽ ചോദിച്ചാൽ ഏതെങ്കിലും ഒന്ന് ഓപ്ഷനിൽ വരിക. അതാണ് ഫെയർ ടു ദ സ്റ്റുഡൻറ്റ്. ബിക്കോസ് നമുക്കറിയില്ല നമ്മൾ ക്വസ്റ്റ്യൻ ഇട്ട ഫാക്കൽറ്റി പീഡിയാട്രിക്സ് ബുക്കാണോ നോക്കിയത്, മെഡിസിൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഒബ്സസ്ഡ് ആവാറുണ്ട്. പല കുട്ടികളും കാണാറുണ്ട് ഇതിങ്ങനെ ഒബ്സസ്ഡ്, അയ്യോ ഇത് ഏതാ ഇങ്ങനെ ഏതാന്ന്. കോൺട്രവേഴ്സീസിൽ ഞാൻ ഒബ്സസ്ഡ് ആയിട്ടില്ല. ബിക്കോസ് അത് കോൺട്രവേഴ്സി ആണ്, അതിന്റെ ആൻസർ ഫാക്കൽറ്റി ഇടുന്ന ആൾക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതൊരു ഫാക്ട്. അത് എന്താ പറയാ, ബോധപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ഡിസ്പാരിറ്റീസ് ഞാൻ നോക്കിയിട്ട് ക്ലിയർ ചെയ്യാറുണ്ട്. ബിക്കോസ് എനിക്ക് നോട്ടിൽ ഞാൻ പറഞ്ഞു ഫാക്കൽറ്റീനെ ഞാൻ 100% ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ നോട്ടിൽ പറഞ്ഞതല്ല ക്യൂ ബാങ്കിലെ ആൻസർ എങ്കിൽ ഐ യൂസ് ടു ഗോ ടു ദ ഫാക്കൽറ്റി ആൻഡ് ആസ്ക്. ഓക്കെ. അല്ല, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ട്രസ്റ്റ് എന്നുള്ളത് ശരിക്കും ഫാക്കൽറ്റീസിൻ്റെ ഒരു ക്യാരക്ടറല്ല, സ്റ്റുഡൻറ്റിൻ്റെ ക്യാരക്ടറാണ് അല്ലേ? ഫാക്കൽറ്റി ബെസ്റ്റ് ആവണം എന്നല്ല ട്രസ്റ്റഡ് ആവാൻ വേണ്ടത്. അത് സ്റ്റുഡൻറ്റിൻ്റെ ഒരു ക്യാരക്ടറിൽ പെട്ടത്. കാരണം ഒരു
പെർട്ടിക്കുലർ വേയിലേക്ക് ട്രസ്റ്റ് കാണിച്ച് എന്നുണ്ടെങ്കിൽ തന്നെ അവർ പ്രിപ്പറേഷന് കുറച്ചുകൂടി ഈസി ആയി. അതാ ഈസി. അപ്പൊ ഞാൻ എന്റെ സോഴ്സ് ഡൗട്ട് ചെയ്തിട്ടില്ല, അപ്പൊ പിന്നെ എനിക്ക് ഈസിലി അതിൽ ദാറ്റ് ഡസന്റ് മീൻ ആ സോഴ്സ് 100% കംപ്ലീറ്റ് ആണ്, ഓക്കെ ആണെന്നുള്ളതല്ല. അതിനേക്കാൾ മോർ ഇമ്പോർട്ടൻ്റ് ആ ട്രസ്റ്റ് ആണ് അല്ലേ. അക്കാഡമിക്കലി അത്ര സ്ട്രോങ് അല്ലാത്ത കുട്ടികളോട് എന്താ പറയാനുള്ളത്? അവർ എന്ത് റാങ്ക് എക്സ്പെക്ട് ചെയ്യാം? നമ്മൾ എന്ത് ഡ്രീം വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യും. ഇത്രയും ആഗ്രഹിച്ചാൽ ഇത്ര കിട്ടുള്ളൂ എന്ന് പറയുമല്ലോ. അപ്പം ഈ പറയുന്ന ഒരു 10 months വലിയ 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 ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ UG-യിൽ എന്ത് ചെയ്തു എന്നുള്ളത് ഇറ്റ്സ് ഇൻ ദ പാസ്റ്റ് ആലോചിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇനി എന്ത് ചെയ്യാം എന്നുള്ളതാണ് ദ തിങ്. അപ്പം കുറേ ടൈപ്പ് ആൾക്കാരുണ്ട്. ഇപ്പം എനിക്ക് തന്നെ അറിയാം, ഇപ്പം മെൻ്റൽ ഹെൽത്തുമായിട്ട് ഓൾറെഡി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ ഓൾറെഡി ജോബിൻ്റെ കൂടെ പഠിക്കേണ്ടി വരുന്ന ആൾക്കാരുണ്ടാവും. ബിക്കോസ് ഈ എക്സാം ഇറ്റ് സെൽഫ് അതും വരാം, ഫാമിലി ഇഷ്യൂസ് ഉള്ള ആളുകളുണ്ടാവും, ഫൈനാൻഷ്യലി ഇതൊരു ട്രെയിനിങ് പ്രോസസ്സാണ്. അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ അറൗണ്ട് 25 ആണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണല്ലേ. അപ്പം ഇതെല്ലാം സ്ട്രഗിൾ ചെയ്തിട്ടും നിങ്ങളെ ബെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പോയിന്റ്. നമ്മളെ കൊണ്ട് നമ്മുടെ സിറ്റുവേഷനിൽ എന്ത് പറ്റുമോ അതിൽ ബെസ്റ്റ് ചെയ്യുക. എന്നിട്ട് എക്സാം കഴിയുമ്പോൾ റിഗ്രറ്റ്സ് ഉണ്ടാവരുതല്ലോ, ഐ കുഡ് ഹാവ് ഡൺ ദാറ്റ്, ഇത് ചെയ്യായിരുന്നു, ആ സമയം യൂട്ടിലൈസ് ചെയ്യാറുണ്ട്, അങ്ങനെ തോന്നരുത്. അങ്ങനെ തോന്നാത്ത രീതിയിൽ നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾ ബെസ്റ്റ് ചെയ്യുക. ഡിഫിക്കൽട്ടീസ് ഓരോന്ന് എന്താ പറയുക ലിമിറ്റേഷനായിട്ട് കീപ്പ് ചെയ്യാണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം കാണാമെന്നല്ലേ. നിങ്ങൾക്ക് ജെന്യുവനായി തോന്നിയ കാര്യം ചിലപ്പോൾ കുട്ടികൾ ചോദിക്കുമ്പോൾ എനിക്കും തന്നെ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ഞാൻ UG-യിൽ അത്ര പെർഫോം ചെയ്തിട്ടില്ല, അക്കാഡമിക്കലി ആവറേജ് ആണ്, ഞാൻ എന്ത് റാങ്ക് ടാർഗറ്റ് ചെയ്തിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ചോദിക്കാറുണ്ട്. അത് പിന്നെ ഓരോരുത്തർക്കും ഓരോ പൊട്ടൻഷ്യൽ ഉണ്ടാവും, അത് റിയലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോരുത്തരുടെയും സ്റ്റഡി സ്ട്രാറ്റജീസ്, നമ്മുടെ വീക്ക്നെസ്, ഇപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് ഫസ്റ്റ് ഇയർ ടോപ്പിക്സ് ആണ് എൻ്റെ ഏറ്റവും വീക്ക്നെസ്, അത് പിന്നെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ പോളിഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഈ ഫസ്റ്റ് ഇയർ ഫെയിലായി, UG-യിൽ ഇതുവരെ പ്രൈവറ്റ് കോളേജാണ് പഠിച്ചത്, കാലിക്കറ്റ് ഒന്നും കിട്ടില്ല നമുക്കറിയാലേ. പേഷ്യൻസിന് കാണുന്നുണ്ട്, അത് ഓക്കെ, അത് പോസ്റ്റിങ്ങിന് പോയാൽ അല്ല. പിന്നെ ഹൗസ് സർജൻസി ആണ് ഇവിടെ വരുന്ന ഒരു മേജർ സാധനം. ഹൗസ് സർജൻസിയിൽ വി ആർ ബീങ് ഫോഴ്സ്ഡ് ടു ഡു. അപ്പൊ അതുകൊണ്ട് കുറെ പഠിക്കാം, അത് മാത്രമേ ഉള്ളൂ ശരിക്കും ഗവൺമെന്റ് പ്രൈവറ്റ് ഡിഫറൻസിൽ. ഓക്കെ ബാക്കി തിയറിയിലൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് പ്രൈവറ്റ് ദേ ഹാവ് മോർ ടൈം ടു സ്റ്റഡി. പിന്നെ വേറെ ഇങ്ങനെ ഡിസ്ട്രാക്ടിങ് ആക്ടിവിറ്റീസ് ഒക്കെ കുറവായിരിക്കും. നമ്മുടെ ഗവൺമെന്റ് കോളേജ് ആവുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രോഗ്രാംസ്, പൊളിറ്റിക്സ് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയെടുത്ത് അത് കൂടുതൽ പോളിഷ് ചെയ്തെടുക്കുക. നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കിയത് മേ ബി ചില സബ്ജക്റ്റ് ആവും വീക്ക്നെസ്, ചിലപ്പോൾ മെമ്മറി ഇഷ്യൂ ആയിരിക്കും, ചിലപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി പിക്ചർ കൈൻഡ് ഓഫ് മെമ്മറീസ് ഒക്കെ ഉള്ള. അപ്പോൾ ഏതാണോ നല്ലത് അത് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുക, എവിടെയാണോ ഡെഫിഷ്യൻസി വരുന്നത് അത് പാച്ചപ്പ് ചെയ്യാൻ മാക്സിമം നോക്കുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഇനിഷ്യലി ഞാൻ ഫേസ് ചെയ്തൊരു ട്രബിൾ എന്ന് പറയുന്നത്, ഞാൻ ഭയങ്കര സ്ലോ റീഡർ ആയതുകൊണ്ട് അതാണ് എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി. UG ആയാലും ഇപ്പോൾ പ്ലാബ് എക്സാം ആയാലും അത് MCQ എക്സാം ആയിരുന്നു, എല്ലാം ഞാൻ ടാക്കിൾ ചെയ്തിട്ടുള്ളത് എൻ്റെ ആ ഒരു മെത്തേഡിലാണ്. പക്ഷെ നീറ്റ് വരുമ്പോൾ ഈ ഫാസ്റ്റ് റിവിഷനാണ് വേണ്ടത്, ഒരു 10 times റിവൈസ് ചെയ്യണം എന്നുള്ള സാധനത്തിൽ എനിക്ക് ഉള്ളെന്ന് അറിയായിരുന്നു. ഞാൻ അത് ചെയ്താൽ ഐ മൈറ്റ് ഗോ ബാക്ക്, ഇതാണ് എനിക്ക് വേണ്ടത് എന്നുള്ള, ഇതാണ് എൻ്റെ കറക്റ്റ് മെത്തേഡ് എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അത് നമുക്ക് വേറെ ഇങ്ങനെ പല സ്ഥലത്തുനിന്ന് പലതും കേൾക്കുമ്പോൾ ഇറ്റ്സ് വെരി ഹാർഡ് ടു അത് തന്നെ ഫോളോ ചെയ്യാൻ. പക്ഷെ എനിക്ക് ഈ ഓട്ടോയിലൊക്കെ ഞാൻ പ്രവീൺ സാറിന് മെസ്സേജ് അയച്ചു. ഹി യൂസ് ടു സേ ഹി വാസ് എ വെരി സ്ലോ റീഡർ, പക്ഷേ ഹി നെവർ ഫേസ്ഡ് എ ബാക്ക്ലാഷ്. അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഒരു സമാധാനം തരുന്നു. എസ്പെഷ്യലി ഈ ഒരു എക്സാമും INICT കുറച്ചുകൂടി ഒരു മോഡറേറ്റ് ടഫർ സൈഡ് ആയിരുന്നു. INICT എസ്പെഷ്യലി ഇറ്റ് വാസ് ടെസ്റ്റിംഗ് നമ്മുടെ ഒരു ലോജിക്, പ്രസൻസ് ഓഫ് മൈൻഡ്. നമ്മൾ ഒരു 4, 5, 6 ഇയേഴ്സിൽ എന്തൊക്കെ വായിച്ചിട്ടുണ്ട്, എന്തൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നമ്മൾ ബേസ് നോളജ്, കോമൺ സെൻസ് ഒക്കെ കൂടുതൽ ചെക്ക് ചെയ്യുന്നത്, കോമൺ സെൻസ് നല്ലോണം ടെസ്റ്റ് ചെയ്ത പോലത്തെ ഒരു പേപ്പർ ആയിരുന്നു ശരിക്കും. പിന്നെ ഇറ്റ്സ് വെരി ഈസി ടു ചൂസ് ABCD ഏതാ നല്ലതെന്ന് ചൂസ് ചെയ്യാൻ. അറ്റ്ലീസ്റ്റ് ഇത് റൂൾ ഔട്ട് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Aയും Bയും Cയും ശരിയാണോ എന്ന് അറിയാൻ ഭയങ്കര നമ്മൾ എനെയും ബീനെയും കണക്ട് ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി സി ശരിയാണ്. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് അതാണ്, നമ്മൾ ഇതിലേതെങ്കിലും ഒക്കെ പോയിന്റ് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ റിഫ്ലക്സ് ആയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ടാവുമല്ലേ, കറക്റ്റായിട്ട് ഇത് ശരിയെന്ന് പറയുമ്പോൾ ഇൻഡ്യൂഷൻ വരും. ഓക്കെ, ഇത് ശരിയാണ്, അത് ട്രസ്റ്റ് ചെയ്യാം. ബിക്കോസ് നമ്മൾ അത്രയും ക്വസ്റ്റ്യൻസും അത്രയും ഇതിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ ഇതിൽ വരുന്നൊരു സാധനമാണ്. ഓക്കെ, ഇനി ജസ്റ്റ് കുറച്ച് ഒരു റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ പ്രിപ്പയർഡ് ഒന്നുമില്ല, നല്ല ആലോചിച്ച് നോക്കാം. മെഡിസിൻ സർജറി എങ്ങനെയാണ് പഠിച്ചിരുന്നത്? നോട്ട്സ് തന്നെയാണ്. ജയ്സാറിൻ്റെ നോട്ട്സിലെ ഒരു ഫ്ലോ ചാർട്ട് സാധനം ആക്ച്വലി എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. അതിനൊരു ഓർഡർ ഉണ്ടാവും. ഓക്കെ, ഇത് യെസ് ആണെങ്കിൽ ഇങ്ങനെ പോവാം, ഇതാണെങ്കിൽ ഇങ്ങനെ പോവാം. അപ്പോൾ ഫ്ലോ ചാർട്ട്സ് എനിക്ക് ഈസിയർ ആയിരുന്നു മെമ്മറൈസ് ചെയ്യാൻ. ക്യാൻസർ സ്റ്റേജിങ് ആയിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സാധനം. പിന്നെ ഞാൻ സെക്കൻഡ് റൗണ്ട് ഓഫ് റിവിഷനിൽ ചെയ്തിരുന്നൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
എനിക്ക് പിക്ടോറിയൽ മെമ്മറി ആണെന്ന് പറഞ്ഞല്ലോ, അപ്പം എനിക്ക് എൻ്റെ നോട്ട്സ് തന്നെ കാണണം, വായിക്കാം. അത് വായിക്കുന്നതാണ് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ. സോ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കി ഓരോ സബ്ജക്റ്റിനും. എന്നിട്ട് സെക്കൻഡ് റൗണ്ട് ഓഫ് റിവിഷൻ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പിന്നെയും തെറ്റുന്നത് ഞാൻ പെട്ടെന്ന് നോട്ട്സ് വായിച്ചു വിടുക. സർജറി ഈസ് എ വെരി ബൾക്കി നോട്ട്, അപ്പോൾ ഒറ്റയടിക്ക് വായിക്കാൻ പറ്റില്ല. അത് ഞാനൊരു 4 സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫസ്റ്റത്തെ ഒരു ഇത് ഫാസ്റ്റാക്കി വായിച്ചിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ക്യൂ ബാങ്കിൽ ഓൾറെഡി ബുക്ക് മാർക്ക് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നോക്കും. അതിൽ തെറ്റുമ്പോൾ ആ ടോപ്പിക്ക് ആ പേജ് ഫോട്ടോ എടുത്തിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിലിടും. അതിൽ മാറൂന്ന് നല്ല ഇതിലും ടേബിളോ എന്തെങ്കിലും ഇമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ആ ഗ്രൂപ്പിലിടും. അപ്പം അറ്റ് ദി എൻഡ് ഓഫ് സെക്കൻഡ് റിവിഷൻ ഐ ഹാഡ് എൻ്റെ വീക്കർ പോയിന്റ്സ് ഇൻ 1 point. ഒരു ഏരിയയിൽ കിടക്കുന്നുണ്ട്. അത് മാറോ ലാസ്റ്റ് ആ ഒരു സർജറി ഒരു 60-70 ഫോട്ടോസ്, അതൊരു 1 hour 1.5 hours എടുക്കും. അപ്പം എൻ്റെ പ്ലാൻ വാസ് ടു റീഡ് ദാറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലെ ഫോട്ടോസ് നീറ്റിൻ്റെ തലേ ദിവസം. സോ ദാറ്റ് വേ എൻ്റെ ഏറ്റവും വീക്കർ പോയിന്റ്സ് എനിക്ക് ഒരു സോഷ്യൽ മീഡിയ കുറെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. എങ്ങനെ അത് പിടിച്ചു നിർത്താൻ പറ്റി? എന്നാലും യൂട്യൂബിലേക്കോ ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്തോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഗൂഗിളിൽ പോയി ലോഗിൻ ചെയ്ത് എങ്ങനെ ആ ക്രേവിങ്സ് ഒക്കെ പിടിച്ചു വെക്കാൻ പറ്റും, ആ ഒരു ഡോപ്പമീൻ അഡിക്ഷൻ? പിന്നെ നമുക്ക് ഒരു ലാസ്റ്റിലോട്ടൊക്കെ ആവുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും, ഓക്കെ ഇത് കുത്തിയിരുന്നിട്ട് എന്താ കാര്യമുള്ള, അന്നേരം 10 ക്വസ്റ്റ്യൻ ചെയ്തുകൂടെ നമുക്ക് തന്നെ ഒരു തോന്നൽ വരും. രാവിലെ എണീക്കാൻ എങ്ങനെ എന്ത് ചെയ്യുന്നു? രാവിലെ എണീക്കാൻ ഞാൻ രാവിലെ മോർണിംഗ് പേഴ്സൺ ആണ് ഓൾറെഡി? അല്ല, രാത്രിയായിരുന്നു പഠിച്ചിരുന്നത്. അപ്പൊ ഞാൻ ഈ ഓട്ടോ സെഷന് 8:45 റെഡിയായി റീഡിംഗ് റൂമിൽ, അത് കഴിഞ്ഞ് നേരെ റീഡിംഗ് റൂമിലേക്ക് ഇറങ്ങുന്ന ഒരു ഷെഡ്യൂളായിരുന്നു. ഹോസ്റ്റൽ റൂമിലാണോ റീഡിംഗ് റൂമിൽ എവിടെ കൂടുതൽ പഠിച്ചിരുന്നത്? റീഡിംഗ് റൂം റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ റീഡിംഗ്, അതുവരെ സ്റ്റഡി കമ്പാനിയൻസ് ഉണ്ടായിരുന്നു? ഈ ക്ലാസ് കാണുന്നതിന് കമ്പാനിയൻ ഉണ്ടായിരുന്നു, പഠിക്കാൻ നേരം ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് പഠിക്കുന്നതാണ് കൂടുതൽ. ഷോർട്ട് സബ്ജക്ട്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്തു? ഷോർട്ട് സബ്ജക്ട്സ് ഷോർട്ട് ആൻസർ മതി. ഷോർട്ട് ആൻസർ നോട്ട്സ് തന്നെയാണ് അതിനും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ ഷോർട്ട് സബ്ജക്ട്സ് ടച്ച് ഉണ്ടാവില്ല, അനസ്തേഷ്യ, RD ഒക്കെ നമുക്ക് പുതിയതായിട്ട് വരുന്ന ഒരു എക്സ്പോഷർ. RD ഒക്കെ രജത് സാറിന്റെ നോട്ടൊക്കെ ഓൾറെഡി ഭയങ്കര കൺസൈസ്ഡ് ആണ്. അപ്പം അനസ്തേഷ്യ ആയാലും ഭയങ്കര ഷോർട്ട് നോട്ട്സ് ആണ്. അതിനേക്കാൾ ഷോർട്ടർ ഒരു സോഴ്സ് അന്വേഷിച്ചു പോകേണ്ട ഒരു ആവശ്യം വന്നിട്ട്. 19 സബ്ജക്റ്റിൽ മോസ്റ്റ് ഡിഫിക്കൽട്ട് ഏതായിരുന്നു? മോസ്റ്റ് ഡിഫിക്കൽട്ട് ബയോകെമിസ്ട്രി. ബയോകെമിസ്ട്രി, ഓക്കെ. എങ്ങനെ ഹാൻഡിൽ ചെയ്തു, എങ്ങനെ ഓവർകം ചെയ്തു? ബയോകെമിസ്ട്രി ഓവർകം ചെയ്തു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആയിരുന്നു. അത് എത്ര വട്ടം എത്ര ടൈം ആൻഡ് എഫേർട്ട് എടുത്തിട്ടും എനിക്ക് കുറെ മെമ്മറൈസ് ചെയ്യാനുള്ള സാധനമായതുകൊണ്ട്. ഹൈലി വോളറ്റൈൽ ആസ് യൂഷ്വൽ. സം പീപ്പിൾ ഡു ബെറ്റർ ഇൻ ദാറ്റ് സബ്ജക്റ്റ്. ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ്? മെഡിസിൻ. ഓക്കെ. പഠിക്കാൻ എനിക്ക് സർജറിയും പഠിക്കാൻ ഇഷ്ടമായിരുന്നു. ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്തിരുന്നാ പഠിച്ചിരുന്നത്? ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ. കോഴിക്കോടല്ലേ? സ്വിഗ്ഗി എത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്? സ്വിഗ്ഗി ജോലി ചെയ്തിരുന്ന സമയത്ത് വളരെ ഫ്രീക്വൻ്റ് ആയി യൂസ് ചെയ്തിരുന്നു. ഫൈനാൻഷ്യലി ഒരു ബഡ്ജറ്റഡ് ആയതുകൊണ്ട് ആക്ച്വലി കുക്ക് ചെയ്യുമായിരുന്നു നമ്മൾ മീൽസ്. നൂഡിൽസ് പ്രോപ്പർ ഫുഡ് കുക്ക് ചെയ്യായിരുന്നു. എൻ്റെ ഒരു ഹോബി ആയിരുന്നു കുക്കിംഗ്. അപ്പം ക്ലാസ്സസ് കാണുന്നതിൻ്റെ ബ്രേക്കിൽ കുക്കിംഗ് ഭയങ്കര റിലീവിങ് ഒരു സാറ്റിസ്ഫൈങ് ആക്ടിവിറ്റി. ഈ വീഡിയോ ക്ലാസ്സിന്റെ സൗണ്ട് ഒക്കെ ഓൺ ചെയ്ത് കുക്ക് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ യൂട്യൂബിന്റെ കുക്കിംഗ് വീഡിയോ വെച്ചിട്ട് കുക്ക് ചെയ്യും? ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ ഈ പ്രിപ്പറേഷൻ പീരീഡ് കോംപ്രമൈസ് ചെയ്ത കാര്യം എന്താ? മേ ബി ഫ്രണ്ട്ഷിപ്പ്, മാരേജ് ഫങ്ഷൻസ്, പാർട്ടീസ്, പാർട്ടീസ് ഒന്നും പോയിട്ടില്ല. കോളേജ് ഇലക്ഷൻ സമയത്ത് കോളേജിൽ പോയിട്ടുണ്ടായിരുന്നോ? പഴയ SFI നേതാവ് എന്ന രൂപത്തിൽ വിളിച്ചില്ലേ? വിളിച്ചിട്ടുണ്ട്, അല്ല പക്ഷെ ഒന്നിനും പോയിട്ടില്ല. കല്യാണങ്ങളൊക്കെ ആയാലും ഇല്ല, ഒന്നിനും പോയിട്ടില്ല. കോംപ്രമൈസ് ചെയ്തിരുന്നു പ്രോബബ്ലി ഈ കുക്കിങ്ങിന്റെ ടൈം ആയിരിക്കും. അപ്പോൾ കുക്കിംഗ് കുറച്ചുകൂടി താല്പര്യമുള്ള പേഴ്സൺ ആണ്. എന്താ ബെസ്റ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്നത്? എന്താ? എല്ലാം കുക്ക് ചെയ്യും. ബിരിയാണി ഞാൻ റീസെൻ്റ്ലി ആണ് ട്രൈ ചെയ്തത്, നല്ലതായിരുന്നു. ബെസ്റ്റ് ഏതാ നിങ്ങൾ? ചിക്കൻ്റെ ഐറ്റംസ് ആണ് എനിക്ക് കുക്ക് ചെയ്യാനും ഇഷ്ടം. ചിക്കൻ കറി നന്നായി വെക്കും. ഇപ്പം എല്ലാം ഇതില്ലേ മസാലാസ് അല്ലെങ്കിൽ സെമി കുക്ക്ഡ് ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഫ്രം സ്ക്രാച്ച് കുക്ക് ചെയ്യും. ഓക്കെ. ആൻഡ് ഈ ഒരു പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടില്ല, മേ ബി ചിലപ്പം നമ്മുടെ ന്യൂസസ് ആവാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആവാം, അല്ലെങ്കിൽ സോഷ്യൽ തിങ് പൊളിറ്റിക്സ് ആവാം, അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ? ഇനീഷ്യലി ഞാൻ അങ്ങനെ ന്യൂസ് ഒന്നും അങ്ങനെ ഫോളോ ചെയ്ത്, പക്ഷേ ഈ വാറുണ്ട സമയത്ത് ആക്ച്വലി എൻ്റെ ഒരു 2-3 ഡേയ്സ് മെന്റൽ പീസ് ഒക്കെ നല്ലോണം പോയി. ഇവിടേക്ക് വല്ല മിസൈലൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ടല്ല, ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഉള്ളുന്ന ഒരു ഡിസ്റ്റർബ്ഡ് ഫീലിംഗ് വന്നിരുന്നു. ഐ വാസ് ലൈക്ക്, പിന്നെ നമ്മൾ റെഡിറ്റിൽ ഇരുന്ന് വായിക്കലായിരുന്നു പരിപാടി, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ പാകിസ്ഥാൻ, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ. റെഡിറ്റ് കുറച്ചുകൂടെ ഒരു
ഒരു ട്രസ്റ്റ് വർത്തി സോഴ്സ് ആയി തോന്നിയിട്ട്. അപ്പോൾ അതിലൊക്കെ നോക്കുമ്പോൾ സ്റ്റുഡൻസ് ഒരു കംപ്ലൈനിങ് അവരുടെ തലയിൽ കൂടെ മിസൈൽ വരുമെന്ന് പേടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അതിൽ കുറേ പേര് പറയായിരുന്നു ഇനി സെറ്റ് മാറ്റില്ല, നിങ്ങൾ പോയി പഠിക്കൂ ന്യൂസ് കാണില്ലേ. ദോ സ്റ്റുഡൻസ് വുഡ് ബി ലൈക്ക് നിങ്ങൾക്കിത് പറഞ്ഞാൽ മതി, നമ്മളിവിടെ നേരെ നോക്കി ഇരിക്കുക. ഇവിടെ ബയോകെമിസ്ട്രി പഠിക്കുന്നതാണോ ഇമ്പോർട്ടൻ്റ്, മിസൈൽ വരുമ്പോൾ രക്ഷപ്പെടുന്നതാണോ ഇമ്പോർട്ടൻ്റ് എന്നുള്ള ചിന്തക്ക് വന്നു. പിന്നെ പഠിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ എക്സാം ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ബോധേഡായിരിക്കില്ല. ഇല്ല അല്ലേ, അത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്യില്ലായിരിക്കും പ്രോബബ്ലി. എക്സാം ഇല്ലെങ്കിൽ ഞങ്ങളായിട്ടുള്ള ഡെയിലി ആക്ടിവിറ്റീസിൽ നമ്മൾ ഇൻവോൾവ് ആയിരിക്കും. സമയത്ത് എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നു അല്ലേ. ഫിലിം കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ ഇടയിൽ? അത് ചെയ്യുമായിരുന്നു. മൊബൈലല്ല, തിയേറ്ററിൽ പോയി അതായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു റിലാക്സേഷൻസ്. വേറെ എന്തെല്ലാം കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പാർട്ടീസ്, ഫ്രണ്ട്സ്, കുറേ കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. എന്തിനാ ചോദിക്കുന്നത് വെച്ചാൽ ഇതേപോലെ റെസ്ട്രിക്ഷൻസ് കീപ്പ് ചെയ്യുന്നത് നല്ല റാങ്കിന് വേണ്ട കാര്യം തന്നെ അല്ലേ. ചില ആളുകൾ പറയാറുണ്ട് എല്ലാ കല്യാണവും കൂടി നടക്കുവാണെങ്കിൽ എന്തായാലും പഠിത്തം നടക്കില്ല. ബിക്കോസ് നമ്മൾ ഈ ഒരു പ്രോപ്പർ സ്കെഡ്യൂളിൽ പോകും, രാവിലെ എണീക്കുന്നു, ഇത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു സ്കെഡ്യൂളിൽ പോകുമ്പോൾ ഒരു ഡേ ബ്രേക്ക് എടുത്താൽ അവരെ തിരിച്ചു റൂട്ടീൻ ആക്കാൻ ഭയങ്കര പണിയായിരിക്കും അല്ലേ. പിന്നെ അവിടെ കണ്ട ആൾക്കാർ സംസാരിച്ചതൊക്കെ ബോധർ ചെയ്യും നമ്മളെ, അതാലോചിച്ചിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കുമ്പോൾ കൂടുതൽ പ്രഷർ ഉണ്ടാവില്ല, പിയർ പ്രഷേഴ്സ്. മേ ബി നിങ്ങൾ അതേ ബാച്ചിലുള്ള ആളുകളൊക്കെ PG കയറി. അത് പിന്നെ എന്നെ അത്ര ബോധർ ചെയ്തിട്ടില്ല. ഞാൻ വിൽഫുള്ളി എടുത്ത ഡിസിഷൻ ആണ് 1 ഇയർ. പിന്നെ 1 ഇയർ ബ്രേക്ക് എടുത്തതിൽ എൻ്റെ ബ്രാഞ്ച് എനിക്ക് കുറച്ചും കൂടെ ഹോസ്പിറ്റലിലും വർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഓക്കെ മെഡിസിൻ തന്നെയാണ് വേണ്ടത്. നമ്മളിപ്പം ഒരു ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് പ്രൈവറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം മനസ്സിലാവുമല്ലോ. അപ്പോൾ മെഡിസിൻ തന്നെ എന്നുള്ള ആ ഒരു ഷുവർ ഡിസിഷനിലോട്ട് എത്തിയത് ഈ ഒരു 1 ഇയർ ബ്രേക്ക്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ED എടുത്തേനെ ചിലപ്പോൾ. ED ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അല്ലേ. മേ ബി ബ്രാഞ്ച് അത്ര ഇങ്ങോട്ട് ഇവോൾവ് ആയില്ല. മേ ബി കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് ആളുകൾ കൂടുതൽ ചൂസ് ചെയ്യാറുണ്ടാവും. ഇറ്റ്സ് എ ഗുഡ് ബ്രാഞ്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് മനസ്സിലായത് എനിക്ക് പറ്റില്ല ED എന്നുള്ളത് കൊണ്ടാണ് ഞാൻ. ഓക്കെ, സോ ഫൈനൽ ക്വസ്റ്റ്യൻ. MBBS കഴിഞ്ഞു, MD 3 ഇയർ ജിപ്മറിന് കംപ്ലീറ്റ് ചെയ്തു, DM ഏതെടുക്കും? ഉറപ്പിച്ചിട്ടില്ല. ഐ ഹാവ് ന്യൂറോ ഇൻട്രസ്റ്റിംഗ് ആണ് തോന്നിയിട്ടുണ്ട്, ഗാസ്ട്രോ ഇൻട്രസ്റ്റിംഗ് ആണ് തോന്നിയിട്ടുണ്ട്. ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ. ഞാൻ ജസ്റ്റ് ആരെങ്കിലും ട്രോൾ ചെയ്യാനുള്ള ഒരു കണ്ടന്റ് കിട്ടുമെന്ന് ചോദിച്ചതാണ്. ഓക്കെ, ഇത് ഫ്യൂച്ചർ നെഫ്രോളജിസ്റ്റിനോ ഫ്യൂച്ചർ ന്യൂറോളജിസ്റ്റിനോ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നല്ലോ. ഓക്കെ, ഇനിയോ കുറേ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, പഠിക്കുന്ന ആളുകൾ യൂസ്ഫുൾ ആയിരിക്കും. പല പാർട്ടും ഫണ്ണിയായി ചോദിക്കാൻ നോക്കിയിട്ടുണ്ട്. നിങ്ങളെ എൻഗേജിങ് ആയി കാണാൻ നിർത്താൻ വേണ്ടിയിട്ട് മാത്രം ചെയ്ത കാര്യങ്ങളാണ്. ആൻഡ് ജഹാന ചെയ്ത പല കാര്യങ്ങളും എക്സ്ക്ലൂസീവായി ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്, കോമണായി ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ലേൺ ചെയ്ത് നമ്മളെ പഠിക്കുന്നതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് പറയാനുള്ളത്. സോ ഈ 57th റാങ്ക് ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആർക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു? ഒരു സപ്പോർട്ട് സിസ്റ്റം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ നീറ്റ് എന്ന് പറയുന്ന ഒരു മെൻ്റലി ഡ്രെയിനിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ പല സമയത്തും വീക്കാവും, ഡൗൺ ആവും. അപ്പോൾ ആ സമയത്തൊക്കെ കൂടെ നിന്നിട്ടുള്ളത് ഫ്രണ്ട്സുണ്ട്, അവരെല്ലാവരും അങ്ങനെ കുറേ പേര് നിന്നിട്ടുണ്ട്. നമ്മൾ ഒറ്റയ്ക്കുള്ള നമ്മുടെ എഫേർട്ട് ഉണ്ട്, ബട്ട് ദർ വിൽ ഓൾവേസ് ബി എ സപ്പോർട്ട് സിസ്റ്റം. കുറേ പേര് സ്പെസിഫിക്കലി ആരും എടുത്ത് പറഞ്ഞാൽ മറ്റാൾ പറഞ്ഞ് കുറഞ്ഞു പോകും അല്ലേ. ഓക്കെ, ആൻഡ് ഞാൻ പറഞ്ഞു ഒരുവിധം പറയേണ്ട കാര്യങ്ങളൊക്കെ ജാന തന്നെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ടോപ്പ് റാങ്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക എന്നുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ സ്പെഷ്യാലിറ്റി, നമുക്ക് ഡ്രീം ഉണ്ടായാൽ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അനുസരിച്ച് പോകുക എന്നുള്ളത് അല്ലേ. ഞാൻ അതേപോലത്തെ ഒരു ടേക്ക്, എന്താണ് ഫൈനൽ ഒരു ടേക്ക് പറയാനാണെങ്കിൽ? അതാണ് നമ്മൾ ഈ ഒരു പ്രോപ്പറായിട്ടൊരു 1 ഇയർ ഡ്രോപ്പ് എടുത്ത് ഇരിക്കുന്ന ഒരാൾക്ക് ആമ്പിൾ എമൗണ്ട് ഓഫ് ടൈം ഉണ്ട് എന്ത് ചെയ്യാനാണെങ്കിലും. അപ്പം നമ്മൾ നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി, സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കി, വീക്ക്നെസ്സിനെ പോളിഷ് ചെയ്ത് ബെറ്റർ ആക്കാനുള്ള സാധനങ്ങൾ, അതിന് പല ടിപ്സും പല സ്ഥലത്തുനിന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ സോഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതെല്ലാം കറക്റ്റായി നല്ല രീതിയിൽ ചൂസ് ചെയ്യുക, അത് ഫോളോ ചെയ്യുക. ആൻഡ് പീപ്പിൾ ആർ പ്രിപ്പയറിംഗ് ഫോർ ദിസ് നീറ്റ് ഒരു 50 days അറൗണ്ട് ടൈം ഉണ്ട്. ദാറ്റ് ഈസ് ഇനഫ് ടൈം ടു മേക്ക് എ ചേഞ്ച്. മേലേക്ക് കൊണ്ടുപോകാനും താഴെ കൊണ്ടുപോകാനും പറ്റുന്ന ഒരു എമൗണ്ട് ഓഫ് ടൈം. അതാണ് ഒരു കാര്യം. മേ ബി INCT ഒരു 2 months മുന്നേ നിങ്ങളും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇതിലായിരിക്കും അല്ലേ. 2 months മുന്നേ എക്സാം എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കാൻ പറ്റും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നീറ്റിനി വരാൻ പോകുന്ന മേ ബി 50 days. ഇനിയിപ്പോൾ ഇൻ്റർവ്യൂ കാണുന്ന ആൾ 45 daysലോ 40 daysലോ കണ്ടു കഴിഞ്ഞാലും ഒരു ആംബിൾ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടൈം അവിടെ ഉണ്ട്. കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡെയിലി 10-11 hours എഫേർട്ട് എടുക്കണം മിനിമം. എത്ര കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും നല്ലത്. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ആ ഫെമിലിയർ ആവണം ദ ഹോൾ പ്രോസസ്സിനോട്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന INCT റാങ്ക് വാങ്ങിച്ച ആളുകളൊക്കെ മുന്നിൽ നിന്ന് മൂവ് ചെയ്ത് കിട്ടുന്നതാണ്. അഡ്മിഷൻ എടുത്ത് പോകേണ്ടി വരും.
അപ്പോൾ അതും ബാക്കിയുള്ളവർക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ പറഞ്ഞതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ കാണാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഈ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇപ്പോൾ ഒരു 2 months കുറേ പേർക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. പക്ഷെ അതൊക്കെ അങ്ങ് പോസിറ്റീവ് നോട്ടിലേക്ക് എടുത്ത് നമ്മുടെ അഡ്വാൻറ്റേജ് ആക്കുക. അത് നമ്മൾ ഇനി എടുക്കുന്ന എഫേർട്ട് അനുസരിച്ചിരിക്കും. അത് നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ നല്ല റിഗ്രറ്റ്സ് ഇല്ലാത്ത മാതിരി പ്രിപ്പയർ ചെയ്യുക. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ബിക്കോസ് എക്സാം കഴിയുമ്പോൾ യു ഷുഡിൻ ഹാവ് എ റിഗ്രറ്റ്. ഇത് ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പോസിബിൾ ആയ ടൈമിൽ ദ ബെസ്റ്റ് ചെയ്തു എന്നുള്ളത് മാത്രം തന്നെ ഉണ്ടാവുക. പിന്നെ അതിൽ കിട്ടുന്ന സ്പെഷ്യാലിറ്റി തന്നെ ചൂസ് ചെയ്യല്ലേ. ഒരു പെർട്ടിക്കുലർ സ്പെഷ്യാലിറ്റി ബെറ്റർ ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഏത് സ്പെഷ്യാലിറ്റി ചൂസ് ചെയ്യുന്നോ അതിൽ ബെസ്റ്റ് ആവാൻ നോക്കിയാൽ സർവൈവ് ചെയ്യാം. സോ എല്ലാവരും ഓൾ ദി വെരി ബെസ്റ്റ്. നല്ല അടിപൊളിയായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നീറ്റ് വരുന്ന മന്തിൽ എഴുതാൻ പറ്റട്ടെ, August 3 എഴുതാൻ പറ്റട്ടെ, അതിൽ നല്ല റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷയമായിരുന്നു. ആൻഡ് ഓൾസോ എലോങ് വിത്ത് യുവർ എന്താ പറയുക മെഡിസിൻ PG പ്രിപ്പറേഷൻ DMലേക്ക് നല്ലൊരു ബ്രാഞ്ചിൻ്റെ ഒരു കിക്ക് വരണം അല്ലേ, നല്ലൊരു ബ്രാഞ്ച് അതിലേക്കൊരു ഇൻട്രസ്റ്റ് വരട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.